ശുഭാനന്ദായ നമഃ. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. പരമഗുരുവേ പരിശുദ്ധ ബോധമേ അഗതികൾക്കാശ്രയം തൃപ്പാദമേ. പരമഗുരുവേ പരിശുദ്ധ ബോധമേ അഗതികൾക്കാശ്രയം തൃപ്പാദമേ. ഗതിയേ എൻ ജീവനിൽ തുണയേ പരമാത്മ പാദമിന്നടിയങ്ങൾ വന്ദിക്കുന്നേ. ആശ്വാസം തേടി ഞാൻ വന്നു എൻ്റെ ആത്മനാഥൻ്റെ അടുത്ത്. ആശ്വാസം തേടി ഞാൻ വന്നു എൻ്റെ ആത്മനാഥൻ്റെ അടുത്ത്. ആശ്വാസം തേടി ഞാൻ വന്നു എൻ്റെ ആത്മനാഥൻ്റെ അടുത്ത്. ആശ്വാസം നൽകണേ നാഥ, എൻ്റെ ആർത്തിയെ കാണണേ നാഥ. ആശ്വാസം നൽകണേ നാഥ, എൻ്റെ ആർത്തിയെ കാണണേ നാഥ. രക്ഷിപ്പാൻ ആത്മനാഥനല്ലാതാരുമില്ലേ. രക്ഷിപ്പാൻ ആത്മനാഥനല്ലാതാരുമില്ലേ. സർവലോകനാഥനും സർവത്തിൻ്റെയും ഉടമസ്ഥനായ സർവകലാവല്ലഭനാകുന്ന സർവ ഐശ്വര്യപ്രദായകനാകുന്ന സർവശക്തി ഇഹപരലോകത്തിൻ്റെ ഉടമസ്ഥൻ ഈ ലോകത്തിൽ താണിറങ്ങി വന്ന് തൻ്റെ തിരുഹൃദയം തുറന്ന് പ്രകാശിപ്പിച്ച ഉന്നതമായ ആദർശമാണ് നമ്മുടെ ആത്മബോധോദയ സംഘം. ഈ ആത്മബോധോദയ സംഘത്തിൽ അംഗങ്ങളായി ജീവിക്കുവാൻ പരമഭാഗ്യം ലഭിച്ച എൻ്റെ മനോമന സന്താനങ്ങളെ ഇന്ന് ഈ ഞായറാഴ്ചയിലും ഇപ്രകാരം വീണ്ടും ഒന്നിച്ച് കാണുവാനും ഈ ആരാധനയിൽ കൂടി ആശ്വാസവും ആനന്ദവും അനുഭവിക്കുവാനും ഈശ്വരൻ അനുവദിച്ച ഈ മഹാകാരുണ്യത്തിന് ആദ്യമായി നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ആരാധന ആരംഭിക്കാം. ഉന്നതൻ്റെ നിയമങ്ങൾ അത് കൃത്യവും സത്യവുമായി പരിപാലിക്കുന്നവരിലാണ് തൻ്റെ അധിവാസം അനുഭവമാകുന്നത്. ഇതെല്ലായ്പ്പോഴും ഞാൻ ഓർമ്മിപ്പിക്കുന്ന ഒരു പരമരഹസ്യവും സത്യവുമാണ്. എല്ലാ ആരാധനകളിലും വളരെ കൃത്യമായി ഞാനിത് ഓർമ്മിപ്പിക്കാറുണ്ട്.
കാരണം നിയമത്തിൽ വിട്ടുവീഴ്ച ചെയ്താൽ ഉടയവനെ, നിയമജ്ഞനാകുന്ന ഉടയവനെ നമ്മുടെ ഹൃദയത്തിൽ വേണ്ടതുപോലെ ദർശിക്കുവാൻ കഴിയുകയില്ല. കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കുകയും അപേക്ഷിക്കുകയും നേർച്ച പറയുകയും കണ്ണുനീരൊഴുക്കുകയും ചെയ്യുന്നത് കൊണ്ട് മാത്രം ഗുരുവിനെ കരസ്ഥമാക്കുവാൻ പറ്റുകയില്ല. വളരെ വ്യക്തമായി പറഞ്ഞു, മനസ്സിലുള്ള അഭിലാഷം നിറവേറ്റുവാനായി മാത്രം, ഗുരുപാതയെത്തി ആരും സേവ ചെയ്യല്ലേ. ഒരു പ്രത്യേക കാര്യസാധ്യത്തിന് വേണ്ടി, ഭൗതികമായ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ഒരാൾ ഇവിടെ കടന്നു വന്നാൽ പലതും സാധിക്കും. കാരണം ഇത് വൈകുണ്ഠാഗ്നിയാണ്. ഇവിടെ നിന്ന് എന്തിനു വേണ്ടിയും കൊളുത്തി കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ അത് കൂടുതൽ നാൾ നിലനിൽക്കുകയില്ല. നമുക്ക് വേണ്ടത് ഈ വൈകുണ്ഠാഗ്നി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ ഹൃദയത്തിലേക്ക് ചേർക്കപ്പെടുക എന്നുള്ളതാണ്. അതാണ് സമ്പൂർണ്ണ മോക്ഷം. ആ സമ്പൂർണ്ണ മോക്ഷം ആഗ്രഹം ഉണ്ടാകണം. അതിനുവേണ്ടി ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് സത്യമാണ്. എങ്കിൽ പോലും അതിനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. അതിനു വേണ്ടിയുള്ള ഒരു ആർത്തിയാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. ആശ്വാസവും ആനന്ദവും നാമസങ്കീർത്തനവും ആയിത്തീരുവാനുള്ള വ്യവസ്ഥ അതിന് താഴെ, എത്രയോ താഴെ നിൽക്കുകയാണ്. ആശ്വാസം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, ആനന്ദം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഗുരുവിൻ്റെ നിയമത്തെ കൃത്യമായി പരിപാലിക്കണം. എങ്കിലേ സാധിക്കൂ. നമുക്കതിൻ്റെ കൂടെ ഭൗതികമായ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊള്ളും. അതിന് പ്രത്യേകം വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ എങ്ങനെ ആയിരിക്കണം? സത്യസന്ധമായ ജീവിതമായിരിക്കണം. എങ്കിലേ നമുക്ക് വേണ്ടതെല്ലാം പ്രകൃതി കൂടി ലഭിക്കുകയുള്ളൂ. നമുക്ക് ഒരു ശരീരം, അതിനുള്ളൊരു മനസ്സ്, ബുദ്ധി, വിവേകം, തിരിച്ചറിവ്, ഇതെല്ലാം, ഓജസ്, തേജസ്, ശക്തി, ഇതെല്ലാം തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഈ കർമ്മലോകത്തിൽ ആവശ്യമായ കർമ്മങ്ങൾ ചെയ്ത് നിന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ്. ചെയ്തു കൂട്ടുന്നതെല്ലാം ആത്മാവിന് നേരെ വിപരീതമായ കാര്യങ്ങളാണ്. അതാണ് ദുഃഖം വർദ്ധിക്കുന്നത്. എന്തെല്ലാം ചെയ്താലും ദുഃഖം ഒഴിയുന്നില്ല. പല ആളുകളും വന്ന് പറയുന്ന പരാതി അതാണ്. ദുഃഖം ഒഴിഞ്ഞൊരു നിമിഷം പോലുമില്ല. ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ സന്തോഷം അനുഭവിച്ചിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം വന്ന ഒരാൾ എന്നോട് പറഞ്ഞു. ആ ജീവിതത്തിൽ അങ്ങനെയാണ് ആ ആത്മാവിന് അനുഭവമായത്. എന്തുകൊണ്ടാണ് എന്ന് തിരിച്ചറിവില്ല. ആത്മാവിൻ്റെ ഹിതങ്ങൾക്ക് വിപരീതമായ കർമ്മങ്ങൾ ശരീരം കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ, വാക്കുകൊണ്ട് പറയുമ്പോൾ സ്വാഭാവികമായ ദുഃഖത്തിലേക്കാണ് എത്തിക്കുന്നത്. ദുഃഖമൊഴിഞ്ഞുള്ള ജീവിതം, അതാണ് സുഖസ്വരൂപനാകുന്ന ദൈവം അനുവദിച്ചിരിക്കുന്ന ഈ നിയമം. അതുകൊണ്ട് എപ്പോഴും ഒരു ശ്രദ്ധ. എന്തിനു വേണ്ടിയായിരിക്കണം? നിയമം പാലിക്കാൻ, ധീരരായിട്ട് നിന്ന് നിയമം പാലിക്കാൻ ഒരു കരുത്തുണ്ടാകണം. ആരുടെയെങ്കിലുമൊക്കെ മുമ്പിൽ അടിയറ വയ്ക്കാനുള്ളതല്ല സത്യം. ആരുടെയെങ്കിലുമൊക്കെ മുൻപിൽ ഭയം മുഖേന മാറ്റിവെക്കാനുള്ളതല്ല ഈ നിയമങ്ങൾ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം വിരോധം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ നിയമം പാലിക്കുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ദൈവവും ദൈവദൂതന്മാരും നമ്മളോടുകൂടി ഉണ്ടാവും. പല ആളുകളും അങ്ങനെയല്ല. അപ്പോഴെപ്പോഴുള്ള കാര്യസാധ്യത്തിന് വേണ്ടി നിയമങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് അവരുടെ ഇഷ്ടത്തിന് നിന്നുകൊടുക്കും. പിന്നെ എന്ത് സംഭവിക്കും? എന്നും ദുഃഖം തന്നെ. നമ്മുടെ കുടുംബങ്ങളിൽ ചില വിവാഹം നടക്കുമ്പോൾ കുറേ നാളിങ്ങനെ ആഗ്രഹിച്ചു, കുഞ്ഞിന് വിവാഹം നടക്കണം, പെൺകുട്ടിയാണ്, വയസ്സങ്ങനെ കൂടിക്കൂടിയിരിക്കുകയാണ്. അങ്ങനെ ഒരു ആളിനെ വീട് കിട്ടി. അപ്പോൾ അതുവരെ പല ആളുകളും വന്നു, ഞങ്ങളിങ്ങനെ ആശ്രമത്തിൽ പോകുന്നവരാന്ന് പറഞ്ഞപ്പോൾ അവർ അങ്ങ് പോയി. അപ്പോൾ ഇപ്പോൾ വന്നതിനോട് അത് പറഞ്ഞില്ല. ഞങ്ങൾ ആശ്രമത്തിൽ പോകുമെന്നും ഈ കുഞ്ഞ് നിയമം പാലിച്ച് ജീവിക്കുന്നതാണെന്നും അവരോട് പറഞ്ഞില്ല. കാരണം അത് പറഞ്ഞാൽ ഇവർ ഒഴിഞ്ഞു പോയെങ്കിലോ എന്നുള്ളതാണ് ഉദ്ദേശം. അവരോടത് പറഞ്ഞില്ല. പറയാതെല്ലാം ഒരുക്കി അവസാനം ഡേറ്റ് തീരുമാനിക്കണമല്ലോ. ഡേറ്റ് തീരുമാനിച്ചപ്പോൾ അവർ ഏറ്റവും നല്ല ദിനമായി കണ്ടെത്തിയത് ഞായറാഴ്ചയാണ്. നിയമപ്രകാരം ജീവിക്കുന്നവർക്ക് ഞായറാഴ്ച വിവാഹമോ മംഗളകർമ്മങ്ങളോ പാടില്ല. ഞായറാഴ്ച എന്തിനുള്ളതാണ്? ആരാധനയ്ക്കുള്ളതാണ് ഞായറാഴ്ച. ആരാധനയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഞായറാഴ്ച. കാരണം 6 ദിവസം നിന്റെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി നീ വിനിയോഗിച്ചു. 7-ാം ദിനത്തിൽ ആത്മാവിൻ്റെ സുഖത്തിനായി ആശ്വാസ സ്ഥലത്തെത്തി ഒത്തൊരുമിച്ചിരുന്ന് അതിൻ്റെ നിയമപ്രകാരമുള്ള ആരാധനയിൽ പങ്കെടുക്കണം. ഇവിടെ വന്നൊരു ദക്ഷിണ തന്നേച്ച് ഇതിലേക്ക് കൂടെ പരിയാമൃതൂർ നടന്നാൽ ആവത്തില്ല. നിയമപ്രകാരം ആരാധനയിൽ പങ്കെടുക്കണം.
പല ആളുകളുടെയും വിചാരം ഈ വണ്ടിക്കൂലി ചെലവാക്കി ഇവിടെ വന്നൊരു തുകയും ദക്ഷിണ വെച്ചാൽ ആരാധനയായെന്നാണ്. അല്ല, തിരുനാമങ്ങൾ പാടി സ്തുതിച്ച് തിരുവെഴുന്നള്ളത്തിനായി കാത്തിരുന്ന് ആ എഴുന്നള്ളത്തിൽ കൂടി അനുഭവവേദ്യമാകുന്ന സർവ്വഗുണങ്ങളെയും ഗുണലാവണ്യങ്ങളെയും ചൈതന്യങ്ങളെയും ആവാഹിച്ച് മനസ്സ് സ്വയം ആശ്വസിക്കുന്ന അവസ്ഥയിൽ എത്തിച്ച് ഹൃദയത്തിൽ ആനന്ദം പകർന്നെടുത്തുകൊണ്ട് വേണം ആരാധന കഴിഞ്ഞ് പോകുവാൻ. അതിന് പകരം പരിയാമ്പറം തോറും നടന്ന് അവിടെ എന്തോ വിശേഷം, ഇവിടെ എന്തോ വിശേഷം, മാതൃഭൂമിയിൽ എന്തുകൊണ്ട് വിശേഷം, മനോരമയിൽ എന്തുകൊണ്ട് വിശേഷം, കൈരളിയിൽ എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിച്ച് നടന്നാൽ ആരാധനയിലുള്ള ആശ്വാസം കിട്ടുമോ? കിട്ടുകയില്ല. അപ്പോൾ ആരാധന നിയമപ്രകാരം വന്ന് അതിൽ പങ്കെടുക്കണം, അപ്പോഴാണ് ആശ്വാസം ഉണ്ടാകുന്നത്. അതിനുള്ളതാണ് ഞായറാഴ്ച. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ പറഞ്ഞില്ല ഞങ്ങൾ നിയമപ്രകാരം ജീവിക്കുന്നവരാണെന്ന് പറഞ്ഞില്ല, അത് കാരണം ഞായറാഴ്ച ഒഴിവാക്കണമെന്ന് പറയാൻ പറ്റുന്നില്ല. എങ്കിലും ഒന്നും ഒരു പരിശ്രമം നടത്തി നോക്കി. വേറെ ഏതെങ്കിലും ഒരു ദിവസം ഞായറാഴ്ച ആകുമ്പോൾ എല്ലാവർക്കും അവധിയുണ്ട്, എല്ലാവരും അന്നേ ദിവസം ആകുമ്പോൾ ബുദ്ധിമുട്ടില്ലാതെ വരും. നമ്മുടെ പല ആളുകളും ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ്, അവർക്കൊക്കെ വരാൻ സൗകര്യം ഞായറാഴ്ചയാണെന്ന് അവരങ്ങ് തീരുമാനിച്ചു. എല്ലാം കുറിയടിച്ച് ഇവിടെ കൊണ്ടുവന്നു. ഇതെന്താ ഞായറാഴ്ചയാണോ? ഇപ്പോൾ പല ആളുകളും വിചാരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ച ചില കാര്യങ്ങൾ ഉള്ളവർ, അനുഭവമുള്ളവർ ഈ കൂട്ടത്തിൽ കാണുകയും കേട്ടോ. ഒരാളിനെയും പറ്റിയല്ല പറയുന്നത്, പലർക്കും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പല ആളുകൾക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കേട്ട് തിരുത്തി ലെറ്റർ അടിച്ച് കല്യാണം നടത്തിയവരുമുണ്ട്. എന്നാൽ ഒരു നിവൃത്തിയില്ലാതെ തക്ക സമയം ഒരു 3 ദിവസം 4 ദിവസം ഉള്ളപ്പം വന്ന് തിരുത്താൻ പറ്റുമോ? അപ്പം അങ്ങനെ നടത്തിയവരുമുണ്ട്. പിന്നെ അവർ പ്രായശ്ചിത്തമൊക്കെ ചെയ്ത് ഒരുപാട് പണിപ്പെട്ടാണ് സാധാരണഗതിയിലേക്ക് എത്തിച്ചേർന്നത്. അതവിടെ നിൽക്കട്ടെ, അങ്ങനെയുള്ളവരാരും വിഷമിക്കാനല്ല ഞാൻ പറയുന്നത്, വീണ്ടും അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ അപ്രകാരം ലെറ്ററുമായിട്ട് ഇവിടെ വരുന്നു. ഇതെന്താ ഞായറാഴ്ചയാണല്ലോ, കുഞ്ഞ് നിയമം പാലിച്ച് ജീവിക്കുന്നതല്ലേ, നിങ്ങളുടെ വിവാഹം നടക്കുമ്പോൾ നിയമപ്രകാരം നടക്കണ്ടേ? ഒരു മുഹൂർത്തം എടുക്കുന്നത് അതിൻ്റെ പേരെന്താ പറയുക? ശുഭമുഹൂർത്തമെന്നാണ്. ഭഗവാൻ അവതാരമായി വന്ന് നടത്തുന്നത് എന്താണ്? ശുഭമായ ആനന്ദം കൊടുക്കുവാൻ വന്നതാണെന്ന് കൃത്യമായിട്ടും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ്, എന്തിനു വേണ്ടിയാണ് വന്നത്? ശുഭമായ ഒരാനന്ദം ഇപ്പോൾ കല്യാണത്തിനോ അല്ലെങ്കിൽ അതുപോലൊരു കാര്യത്തിനോ ഒരു മംഗളകാര്യത്തിനോ ഒക്കെ നമ്മൾ നേരം കുറിക്കുമ്പോൾ അതിനറിയാവുന്ന ഒരാളുടെ അടുത്ത് പോയി, അല്ലെങ്കിൽ അതിൻ്റെ പേരും പറഞ്ഞിരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയി നമ്മളൊരു നേരം കുറിക്കുമ്പോൾ ശുഭമുഹൂർത്തം എന്നാണ് എഴുതി തരുന്നത്, അല്ലേ? മംഗളകരമായ ഒരു മുഹൂർത്തം. ഇത് സർവ്വതും മംഗളമാക്കാൻ വന്ന ദൈവത്തിൻ്റെ നിയമത്തെ ഖണ്ഡിച്ചുകൊണ്ട് മറ്റൊരു മംഗളകരമായ കാര്യമുണ്ടോ ഈ കലിയുഗത്തിൽ? ഒരിക്കലുമില്ല. ദൈവശബ്ദത്തെ പാലിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന മംഗളം മറ്റൊന്നിനുമില്ല. ശുഭമേകുന്നതിനുള്ള ശുഭമുഹൂർത്തം ഇതു തന്നെ. ശുഭമേകുന്നത് ഗുരു, ഉറച്ചു പറ. അപ്പൊ ശുഭമേകുന്നതിനുള്ള ശുഭമുഹൂർത്തം ഏതാണ്? കലിയുഗാന്ത്യമാണ്. അവിടെ വന്നിരിക്കുന്നത് ആരാണ്? ശുഭമേകുന്ന ഗുരു. ആര്? ശുഭാനന്ദൻ ജനിച്ചു. പാദത്തിൽ വന്നു ജനങ്ങളെ അപ്പൊ ഇതിനപ്പുറമായി പിന്നൊരു ശുഭം ആത്മബോധോദയ സംഘാംഗങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ തൽക്കാലം അവർ എടുത്തുകൊണ്ടുവന്ന മുഹൂർത്തം എൻ്റെ മുന്നിൽ പറഞ്ഞു, ഞാനതിനെ ഖണ്ഡിക്കുന്നു, അവരോട് സംസാരിക്കുന്നു. അവസാനം അവർ നിവൃത്തിയില്ലാതെ അതിനടിയറവ് വെക്കുന്നു, ആ മുഹൂർത്തത്തിൽ നടത്തുന്നു. ഇല്ല, കുഞ്ഞിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും ആർത്തി? ഒരു നേരമെങ്കിലും ഭഗവാന്റെ മുന്നിൽ ഈ ആളിനെ ഒന്ന് കൊണ്ടുപോകണം. അവൾക്ക് മിണ്ടാൻ പറ്റുന്നില്ല, അവിടെ ഉള്ളിലിരുന്ന് നീറുകയാണ്. എൻ്റെ ഭഗവാന്റെ മുന്നിൽ എൻ്റെ ഭർത്താവിനെയും കൊണ്ടൊന്ന് പോകാൻ പറ്റുന്നില്ലല്ലോ. എന്ത് വേദനയോടുകൂടിയായിരിക്കും ആ കുഞ്ഞ് ജീവിക്കുന്നത്. തക്കതായ ഒരു കാര്യം വരുമ്പോൾ ഓടി വന്നൊരു അഭിപ്രായം ചോദിക്കാൻ, ഒരു നിർദ്ദേശം സ്വീകരിക്കാൻ നിവൃത്തിയില്ലാതെ കുഞ്ഞ് വിഷമിക്കുന്ന അവസ്ഥ ഇതാര് വരുത്തി വെച്ചതാണ്? ആ കുഞ്ഞിനെ വളർത്തിയ മാതാപിതാക്കൾ വരുത്തി വെച്ചതാണ്. ഇപ്പം താൽക്കാലികമായി നമ്മൾ മറച്ചു പിടിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭാവിയിൽ വരുന്ന ദോഷങ്ങൾ, ഭവിഷ്യത്തുകൾ എത്രത്തോളം വലുതാണ്. അതുപോലെ പിന്നീട് അവരുടെ ജീവിതത്തിൽ
ഇതിന് പറയാൻ പറ്റുമോ എനിക്ക് വെള്ളിയാഴ്ച വ്രതമാ, ശനിയാഴ്ച വ്രതമാ, ഞായറാഴ്ച വ്രതമാണെന്ന് വല്ലതും അതിന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ഒരു നിയമവും ഇല്ലാതെ ജീവിക്കേണ്ടി വരും. ഉള്ളു പുകഞ്ഞുകൊണ്ടേയിരിക്കും, ഉള്ളു നീറിക്കൊണ്ടേയിരിക്കും. കാരണം എൻ്റെ ഗുരുവിൻ്റെ ശബ്ദത്തിനെതിരായിട്ടുള്ള ജീവിതമാണ് ഞാൻ നയിക്കുന്നത്. അവനറിയാതെ ഇവൾ അറിഞ്ഞും നിയമത്തെറ്റിൽ കൂടി ജീവിക്കുന്നു. അവസാനം യാതൊരു നിവൃത്തിയില്ലാതെ തീരെ നരകമാകുന്ന ഒരവസ്ഥയിൽ കണ്ണുനീരോടുകൂടി ഈ മാതാപിതാക്കൾ തന്നെ ഇവരെ രണ്ടുപേരെ ഇവിടെ കൊണ്ടുവരും. യാതൊരു രക്ഷയില്ല. അപ്പോൾ കാര്യങ്ങളെല്ലാം ഒരറ്റത്തുനിന്ന് പറഞ്ഞ് പിന്നെ ആദ്യം മുതലെല്ലാം തുടങ്ങി സത്യം കേൾപ്പിച്ച്. അപ്പോൾ ഈ പയ്യൻ ചോദിക്കും, ഇത് ആദ്യമേ നിങ്ങൾ പറഞ്ഞിരുന്നത് ഇത് എത്ര സുന്ദരമായ ആദർശമായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ഇത് ആദ്യം പറഞ്ഞില്ല എന്നവൻ ചോദിക്കും. അതുവരെ ഉണ്ടായ ചില വൈപരീത്യങ്ങളിൽ നിന്ന് അവർക്കുണ്ടായ തീരുമാനമാണ് ഇത് പറയാതങ്ങ് നടത്താം. അപ്പോൾ അതിൻ്റെതായ പരിണിത ഫലം മുഴുവൻ അനുഭവിക്കേണ്ടി വന്നു ആ കുടുംബക്കാരെല്ലാം. അപ്പം നമുക്ക് എപ്പോഴും ധീരരായി നിന്നുകൊണ്ട് ആദർശം പുലർത്താൻ, അതാണ് ഞാൻ ധീരത എന്ന വാക്ക് ഉപയോഗിച്ചത്. ധീരരായി നിന്നുകൊണ്ട് ആദർശം പുലർത്താൻ, നിയമം പാലിക്കാൻ, കരുത്തുള്ളവരായി വളരണമെങ്കിൽ ലജ്ജാ ഭയങ്ങളൊന്നും കൂടാതെ ജീവിതം ചെയ്യണമെങ്കിൽ എന്തിലുറയ്ക്കണം? സത്യത്തിൽ ഉറയ്ക്കണം. അവിടെ തീരുമാനം ഹൃദയത്തിലാണ്, അവരവരുടെ ഹൃദയത്തിലാണ് തീരുമാനം. എനിക്കുള്ളതെല്ലാം എൻ്റെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്, ഞാൻ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പരീക്ഷണങ്ങൾ പലത് വരും, അവിടെ തോൽക്കാൻ പാടില്ല. ഭക്തരായുള്ളവരെ ഏറ്റം പരീക്ഷിച്ചിടും, മുക്തിക്കർഹരാണെങ്കിൽ വിശ്വാസം പോകയില്ല. അപ്പൊ നാളെ മുതൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പരീക്ഷയെ നേരിടുകയാണ്. SSLC-ക്കാരും +2-ക്കാരും അല്ലാതെ താഴെ ഉള്ളവരൊക്കെ പല ക്ലാസ്സുകളിലുള്ളവർക്കൊക്കെ പരീക്ഷ ആരംഭിക്കുകയാണ്. പലരുടെയും പരീക്ഷ കഴിഞ്ഞു. അപ്പോൾ നാളെ മുതൽ അങ്ങനെ പരീക്ഷ. ഇപ്പോൾ എത്ര പേരാണ് ഒരു 1.5 ആഴ്ച കൊണ്ട് ഇങ്ങനെ പേന വരുന്നു, ഹാൾ ടിക്കറ്റ് വരുന്നു, എന്തെല്ലാം വെപ്രാളവും ബഹളവും, ഓരോരുത്തർക്കും ഇങ്ങനെ വിറയ്ക്കുക. ഹാൾ ടിക്കറ്റൊക്കെ വരുമ്പോൾ ഇങ്ങനെ വിറയ്ക്കുക, പേടിച്ച് പരീക്ഷയെ നേരിടുകയാണ്. നല്ല വിധത്തിൽ പഠിച്ച് ഒരു വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭയത്തിൻ്റെ ആവശ്യം പിന്നെ വരുന്നില്ല. എന്നതുപോലെ ഈ സത്യത്തിൽ അടിയുറച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങും ഒരു ഭയത്തിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? സത്യമെന്ന ബന്ധം ഗുരുവിലാണെന്നറിയ, സത്യമെന്ന സത്യബന്ധം നോക്കി എത്തും ഗുരു അവിടെ. ഉന്നതനാകുന്ന ഗുരുനാഥൻ എവിടെയും എങ്ങും സൂക്ഷ്മമായും സ്ഥൂലമായും എല്ലാം നിറഞ്ഞു വാഴുന്ന വസ്തുവാണ്. പ്രത്യേകിച്ചൊരു വാഹനം അതിന് ആവശ്യമില്ല. അഖിലാണ്ടം ശോഭിക്കും രഥമുണ്ട് എനിക്ക്, ആത്മലോകങ്ങളിൽ സഞ്ചാരം ചെയ്യുവാൻ. അഖിലാണ്ടം ശോഭിക്കും രഥമുണ്ട് എനിക്ക്, ആത്മലോകങ്ങളിൽ സഞ്ചാരം ചെയ്യുവാൻ. അതെന്താണ്? അഖിലാണ്ടം ശോഭിക്കുന്ന രഥം എന്താണ്? തൻ്റെ ചൈതന്യം തന്നെയാണ്. ആ ചൈതന്യമാണ് എവിടെയും നിറഞ്ഞു വാഴുന്നത്. അവിടെ ഇന്നടുത്ത്, ഇന്ന സ്ഥലത്ത്, ഇന്നപ്പോൾ എന്ന് പറയാൻ പറ്റുമോ? കടലിൽ എവിടെയാ ഉപ്പുരസം ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? വെള്ളം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഉപ്പുമുണ്ട്. എന്നതുപോലെ ഈ മഹാചൈതന്യം എല്ലായിടങ്ങളിലും നിറഞ്ഞു നിലകൊള്ളുകയാണ്. സത്യം പാലിക്കുന്നവരുടെ മുന്നിൽ കൃത്യമായത് പ്രത്യക്ഷപ്പെടും എന്നുള്ളതേ ഉള്ളൂ. അതിന് പ്രത്യേക വാഹനമൊന്നും ആവശ്യമില്ല. അപ്പോൾ സത്യം പാലിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ആരുടെ മുന്നിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെ ധീരരായി നിന്നുകൊണ്ട് നിയമം പാലിക്കുവാനും ആദർശം പുലർത്തുവാനും ഓരോരുത്തരും തയ്യാറാവണം. ഇപ്പോൾ ധീരനായി വാണിരുന്ന പുണ്യതിരുമേനിയുടെ
95ാമത് മകയിരം ജന്മനക്ഷത്രം നമ്മൾ അടുത്ത വെള്ളിയാഴ്ച ആഘോഷിക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി കാർത്തികയും അതിനിടയിൽ ഒരു ദിവസവും കൂടി ചേർത്ത് 3 ദിവസം ജന്മനക്ഷത്ര സ്തുതിയായി നടത്തിക്കൊണ്ടാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ജന്മനക്ഷത്ര മഹോത്സവം നമ്മൾ കൊണ്ടാടുന്നത്. ഉന്നതമായ നിലയിൽ നടത്തണമെന്ന് തീരുമാനമുള്ളവരെന്ന് കൈ ഉയർത്തിക്കൊണ്ടാണ് എല്ലാവരും. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ ആയതുകൊണ്ട് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകണമെങ്കിൽ 3 പേര് പിണിയാളുകൾ വേണം. അച്ഛൻ കൊണ്ടുവിടാൻ വേണം, അമ്മ ചോറുണ്ടാക്കാൻ വേണം, അനിയത്തി കൂട്ട് വേണം, ചേട്ടത്തി സൽക്കരിക്കാൻ വേണം എന്ന് വേണ്ട ഒരാളിനെ പരീക്ഷയ്ക്ക് വിടുന്ന കണ്ടാൽ ഇല്ല, പണ്ട് യുദ്ധത്തിന് പോകുന്ന രാജാവിനെ ഒരുക്കി വിടുന്നത് പോലെയാണ്. എല്ലാവരും കൂടെ നിന്ന് ഒരുക്കി പ്രാർത്ഥിച്ച് യുദ്ധത്തിന് പറഞ്ഞു വിടും രാജാവിനെ. ഒരാൾ വാളെടുത്ത് കൊടുക്കുന്നു, ഒരാൾ പരിചയം എടുത്തു കൊടുക്കുന്നു, ഒരാൾ കോട്ടിടിയിക്കുന്നു, ഒരാൾ കുതിരയെ കൊണ്ട് നിർത്തുന്നു, ഒരാൾ പടിയെടുത്ത് വെച്ചു കൊടുക്കുന്നു, ഒരാൾ കുറി തൊടുന്നു, ഒരാൾ തലപ്പാവ് വെച്ചു കൊടുക്കുന്നു. വേണ്ട, അങ്ങനെ ഒരു ഒഴുക്കമുണ്ടല്ലോ. കാരണം കണ്ടാൽ കണ്ട്, കണ്ടില്ല കണ്ടില്ല, അതാ അവസ്ഥ. ആ ഭയത്തിലാണ് ഈ വിടുന്നത്. പ്രാർത്ഥനയോടുകൂടി യുദ്ധത്തിന് പോവില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ കുഞ്ഞുങ്ങളെ പരീക്ഷയ്ക്ക് വിടുന്നത്. ഈയിടെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, മോടെ പരീക്ഷ അത് ഞാൻ പോയിട്ട് ഒന്ന് അനുഗ്രഹിക്കണേ. ഞാൻ മോള് വന്നില്ല, ഇതാണ്ട നിൽക്കുന്നേ. ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന ഡെസ്ക് കൊണ്ട് ഈ മോളെ കാണാൻ പറ്റുന്നില്ല. എവിടാ പഠിക്കുന്നത്? LKG-യിലാണ്. പിള്ളേരെ അവിടെ മുതലേ അങ്ങ് പേടിപ്പിക്കുക. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഈ പരീക്ഷ എന്ന് പറയുമ്പോൾ ഭയം വർദ്ധിക്കുന്നതിന് വല്ല കുറ്റമുണ്ടോ? പേടിപ്പിച്ചാണ് പഠിപ്പിക്കുന്നത്. കാരണം ഫുള്ളി കുറഞ്ഞുള്ള ഒരു പരിപാടിയില്ല. എന്തോ ചെയ്യും? ഒരു നിവൃത്തിയില്ല. ഇപ്പം നമുക്ക് ഇതൊന്നുമല്ല വേണ്ടത്. നമുക്ക് സത്യധർമാദികൾക്കൊത്ത വ്യവസ്ഥയിൽ കൃത്യമായ ഒരു ജീവിതം, അതാണ് വേണ്ടത്. എങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല നിലയിൽ വളരണമെന്നുള്ളതും ധാർമ്മിക മൂല്യമുള്ളവരായി ലോകത്തിൽ ജീവിക്കണമെന്നുള്ളതും നമ്മുടെ ആവശ്യമാണ്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ മഹാശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിദ്യാദേവതയായ വിദ്യാധിരാജൻ നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം കളിയാടി വിളയാടി വാഴുമാറാകട്ടെ. ബുദ്ധിയായി ഓർമ്മയായി സർവശക്തി അവരോടുകൂടി വാഴുമാറാകട്ടെ. എല്ലാ കുഞ്ഞുങ്ങളും നല്ല നിലയിൽ വളർന്നു വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഇന്നത്തെ പത്രം വായിച്ചിട്ടുള്ളവർക്കറിയാം, കുഞ്ഞുങ്ങൾ തമ്മിൽ നടന്ന പോര്, ജീവനെടുക്കുന്ന പോര്. 15 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, വളരെ വലിപ്പമൊന്നുമില്ല, പ്രായമില്ല. എന്തൊക്കെയാ പ്രപഞ്ചത്തിൽ നടക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ വളരണം? മാതാപിതാ ഗുരു ദൈവമെന്നുള്ള ഭക്തി എന്നുള്ളത്തിൽ തോന്നിച്ചിടണം. മാതാപിതാ ഗുരു ദൈവമെന്നുള്ള തത്വത്തിൽ വളർന്നു വരാനാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നത്. ആരെയും നിന്ദിക്കാൻ പാടില്ല, സർവരെയും വന്ദിക്കണം. അതാണ് നമ്മുടെ നിയമം. അങ്ങനെ നിയമം പാലിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ധീരരായ ലോകത്തിൽ വളരട്ടെ. ഉന്നത സ്ഥാനങ്ങളിൽ എത്തി നിന്നുകൊണ്ട് ഈ ധർമ്മത്തെ ലോകത്തിൽ പുലർത്തുവാൻ ധീരരായി വളരട്ടെ. സർവശക്തി അതിനായി ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ആരാധനയിൽ കൂടി ജഗദീശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ ദുബൈയിൽ കാർത്തിക മകയിര മഹോത്സവത്തിൻ്റെ ആഘോഷം ഇന്ന് നടത്തുകയാണ്. കാരണം ഇന്ന് അവധിയുള്ള ദിവസമായതിനാൽ അവർ ഞായറാഴ്ചയിലേക്ക് അത് ക്രമീകരിച്ചു. എല്ലാ ഞായറാഴ്ച ആരാധനയുണ്ട്. അതുകൂടാതെ വിശേഷാൽ ഒരുക്കങ്ങളോടുകൂടി ഇന്ന് ആ ഉത്സവം അവിടെ അവർ ആഘോഷിക്കുകയാണ്. ബാംഗ്ലൂർ സഭയുടെ നേതൃത്വത്തിൽ ഉന്നതമായ ആഘോഷങ്ങൾ ഇന്ന് നടക്കുന്നു. അവിടെയും മഹനീയമായ എല്ലാം ഒരുക്കി അവിടെയും ആഘോഷങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. പവയിൽ നമ്മുടെ വാർഷികാഘോഷം ഇന്നേ ദിവസം നടക്കുകയാണ്. ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തിരുനാമത്തിൽ ഓരോ മഹനീയ കർമ്മങ്ങൾ നടക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഭക്തഹൃദയങ്ങൾ വളരെ കുളിർമയുള്ളതാവും, ആനന്ദം കൊണ്ട് നിറയും. കാരണം ഒരു കാലത്ത് ഈ നാമം ഒന്ന് ഉച്ചത്തിൽ പറയുവാൻ പോലും നിവൃത്തിയില്ലാതിരുന്ന ഒരു സാഹചര്യം നമ്മുടെ ഭക്തന്മാർക്ക് അറിയാം. അവരത് ഓർക്കുമ്പോൾ നാടുതോറും വീടുതോറും വളരട്ടെ എന്ന് കൽപ്പിച്ച കൽപ്പന യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് സർവശക്തി നിറഞ്ഞു നിന്ന് ഓരോന്നും നടത്തുന്നു. അതിനുവേണ്ടി ഒരുക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും
അതിനുവേണ്ടി ധനം മുടക്കുന്നവരെ, അതിനുവേണ്ടി കർമ്മം ചെയ്യുന്നവരെ, അതിനുവേണ്ടി എല്ലാം ഒരുക്കുന്നവരെ, എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയെടുക്കുന്ന സർവത്തെയും, പ്രകൃതിയെയും, ദേവീദേവന്മാരെയും, ദൂതപരമ്പരകളെയും എല്ലാം ഓർത്ത് മഹാശക്തിയോട് നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാം. സർവ്വതും അങ്ങ് കരുതണമേ, സർവ്വതും അങ്ങ് കരുതണമേ, ആ തിരുഹൃദയത്തിൽ കരുതണമേ. എന്നും ആനന്ദമായി സർവ്വതും നടത്തുവാൻ സർവശക്തി ലോകത്തിൽ വാഴണമേ. പ്രകാരം നിങ്ങൾക്കായി ലോകത്തിൽ വാഴുമാറാകട്ടെ. ഓംകാരനാഥ ബ്രഹ്മമേ, ആത്മാവിൽ ഓംകാരനാഥ ബ്രഹ്മമേ, ഓംകാരനാഥ ബ്രഹ്മമേ, ആത്മാവിൽ ഓംകാരനാഥ ബ്രഹ്മമേ, സർവപ്രപഞ്ച പ്രകൃതികൾ ഉളവായത് തന്റെ തിരുശബ്ദത്തിൽ നിന്നാണ്. അതാണ് ഓംകാരം. ആ ശബ്ദത്തിൽ നിന്നാണ്, ആ പ്രണവനാദത്തിൽ നിന്നാണ് ഈ കാണുന്ന സമസ്ത പ്രകൃതികളും ഉണ്ടായത്. എന്നാൽ ഇത് ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥ, അതാണ് ഏകനാഥനാകുന്ന ബോധരൂപം. ആ ബോധരൂപത്തെ തെളിയിക്കുവാനാണ് താൻ തന്നെ കലിയിങ്കൽ അവതാരമായി വന്നിരിക്കുന്നത്. അത് ബോധ്യപ്പെടണമെങ്കിൽ ഈ ലോകവും ഇതിന്റെ വ്യവസ്ഥകളും നന്നായി അറിയേണ്ടിയിരിക്കുന്നു. എങ്കിലേ ഈ ലോകത്തിലെ വ്യവസ്ഥ അനുസരിച്ച് കർമ്മം പൂർത്തീകരിച്ച് ബോധം അകതാൽ തെളിയുവാൻ ഇടയാവുകയുള്ളൂ. അതുകൊണ്ടാണ് രണ്ടും പറയുവാനായി താൻ തന്നെ വന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്? പരലോക വ്യവസ്ഥയും ഇഹലോക വ്യവസ്ഥയും പറഞ്ഞു.
മറുപടിയും പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ആരാധനയിലും ഇതിനെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞതാണ്. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ആരാധനയിൽ ഭഗവാൻ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി കൽപ്പിച്ചു. ഈ രണ്ടും പറയുവാൻ വന്ന പരലോകനാഥൻ ഇത് രണ്ടും പറയുവാൻ വന്ന പരലോകനാഥൻ ആ പരലോക വ്യവസ്ഥകളെ പരിപൂർണമായും തെളിയിച്ചുകൊണ്ടാണ് ഈ ലോകത്തിൽ വാഴുന്നത്. പരലോക വ്യവസ്ഥയെ പരിപൂർണമായും തെളിയിച്ചുകൊണ്ടാണ് ഈ ലോകത്തിൽ വാഴുന്നത്. അപ്പൊ നമുക്ക് അനുഭവമാകുന്ന സർവകർമ്മങ്ങളും നമുക്ക് അനുഭവമാകുന്ന സർവ്വകർമ്മങ്ങളും ആന്തരികമായ സുഖാനുഭവങ്ങളെ വർദ്ധിപ്പിക്കുവാൻ തക്കവിധത്തിൽ ക്രമീകരിച്ച് നിലനിർത്തേണ്ടത് മർത്യജന്മങ്ങളുടെ കടമയാണ്. ആന്തരികമായ സുഖത്തെ നിലനിർത്തുവാൻ വേണ്ടി ക്രമീകരിച്ച് നിലനിർത്തേണ്ട മനുഷ്യജന്മങ്ങളുടെ കടമയാണ്. മർത്യജന്മങ്ങളുടെ കടമയാണ്. മനുഷ്യജന്മങ്ങളുടെ ആ കടമയാണ്. കടമയെ നിറവേറ്റെങ്കിൽ മാത്രമേ പരിപൂർണരാവുകയുള്ളൂ. ആ കടമയെ നിറവേറ്റിയെങ്കിൽ മാത്രമേ പരിപൂർണരാവുകയുള്ളൂ. മർത്യനായി ജന്മമെടുത്തതുകൊണ്ട് മാത്രം പരിപൂർണനാകുന്നില്ല. ഭക്തനായി ജന്മമെടുത്തതുകൊണ്ട് മാത്രം പരിപൂർണനാകുന്നില്ല. ജ്ഞാനം ഗ്രഹിച്ച് തത്വചിന്തകളിലൂടെ ജീവിതം ചെയ്ത് നിഷ്കളങ്കരായി തീർന്നെങ്കിൽ മാത്രമേ പൂർണ്ണരാവുകയുള്ളൂ. എന്തുകൊണ്ട്? ആത്മാവ് പരിപൂർണ നിഷ്കളങ്കമാണ്. ആ പരിപൂർണ നിഷ്കളങ്കമായ ആത്മാവ് എപ്പോഴാണ് കളങ്കത്തിൽ പെട്ടുപോയത്? ഈ ലോകത്തിൽ വന്ന് ജന്മമെടുത്തപ്പോഴാണ്. ഈ ലോകത്തിൽ വന്ന് ജന്മമെടുത്തപ്പോൾ ഉപാധിയായി സ്വീകരിച്ച മനുഷ്യരീരം നരകത്തിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ടാണ് ഈ കളങ്കം വ്യാപിച്ചത്. പക്ഷേ ഈ ലോകത്തിൽ വെച്ച് ഈ നരശരീരത്തിൽ ഇരുന്നു കൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്ത് നിന്റെ നരകത്തെ ഒഴിവാക്കി നിഷ്കളങ്കത്വം നിന്റെ ആത്മരൂപമായി നീ തെളിയിച്ചെടുക്കേണ്ടത് നിന്റെ കടമയാണ്. അതിനുള്ള വ്യവസ്ഥ ഈ ലോകത്തിൽ വ്യവസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് തിരിച്ചറിയാതെയാണ് നരകത്തിലേക്ക് കുത്തിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ചറിയിക്കുവാനാണ് സർവശക്തി തന്നെ വന്നു വാഴുന്നത്. തിരിച്ചു വന്നു തിരിച്ചറിവു നൽകുവാൻ. തിരിച്ചു വന്നു തിരിച്ചറിവു നൽകുവാൻ. ആത്മലോകം സർവജ്ഞാന രൂപമാക്കി തീർക്കുവാൻ. തിരിച്ചു വന്നു തിരിച്ചറിവു നൽകുവാൻ. ആത്മലോകം സർവജ്ഞാന രൂപമാക്കി തീർക്കുവാൻ. മുമ്പ് ഞാൻ തന്നെ തിരിച്ചു വന്ന് വാണിരുന്ന സന്ദർഭത്തെ കുറിച്ച് വർണ്ണിക്കുവാൻ ഈ കീർത്തനം പാടിയിട്ടുണ്ട്. ഇതിന്റെ ആദ്യ വരി ആ വിധത്തിൽ പാടിയിട്ടുണ്ട്. കാരണം ആദ്യ തിരുവുടൽ വിട്ട ശേഷം വീണ്ടും ഒന്നുകൂടി ഒരുങ്ങി വന്ന ആ സന്ദർഭത്തെ ഓർമ്മിപ്പിക്കുവാൻ ആ പ്രകാരത്തിലും പാടിയിട്ടുണ്ട് തിരിച്ചു വന്നു എന്ന്. എന്നാൽ ഇപ്പോൾ പാടി തിരിച്ചു വരും എന്താണെന്ന് ബോധ്യമായവർ എത്ര പേരുണ്ട്? ഇപ്പൊ ഞാൻ തിരിച്ചു വന്നു എന്ന് പാടിയത് ബോധ്യപ്പെട്ട എത്ര പേരുണ്ട്? വെറുതെ കൈവക്കരുത്. ഇപ്പൊ പാടി തിരിച്ചു വന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? എല്ലാം ഉളവാക്കിയതാരാണ്? എല്ലാത്തിന്റെ ഉള്ളും പുറവുമായി നിലകൊള്ളുന്നതാരാണ്? ആ മഹാശക്തിയെ കാണാൻ ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ? കഴിയുന്നില്ല. ഉണ്ടായവൻ തന്നെ ഉണ്ടായതിലൊക്കെയും ഉള്ളതായി തന്നെ വാഴുകയാണ്. പക്ഷെ കാണുവാൻ കാഴ്ചയില്ല. കാണുവാനുള്ള കാഴ്ച തരുവാൻ തക്ക വിധത്തിൽ തിരിയപ്പെട്ടു നിൽക്കുകയാണ്. ഒന്ന് തിരിയപ്പെട്ടു നിൽക്കുകയാണ്, ബോധ്യപ്പെടുത്തി നിൽക്കുകയാണ്. ആ ബോധ്യപ്പെടലാണ് തിരിച്ചുവരവ്. തിരിച്ചു വന്നു തിരിച്ചറിവു നൽകുവാൻ. ആത്മലോക സർവജ്ഞാന രൂപമാക്കി തീർക്കുവാൻ. തിരിച്ചു വന്നു തിരിച്ചറിവു നൽകുവാൻ. ആത്മലോക സർവജ്ഞാന രൂപമാക്കി തീർക്കുവാൻ. ഉള്ളതായിട്ടുള്ള രൂപമുള്ള
ഉള്ളവനാം വല്ലഭൻ ഈ ലോകത്തിൽ ഉദയമായി മർത്യലോകം കാണുവാൻ മർത്യലോകെ വാഴുവാൻ മർത്യലോകം കാണുവാൻ മർത്യലോകെ വാഴുവാൻ മർത്യനായി മന്നിടത്തിൽ സർവശക്തി ഉദയമായി മർത്യലോകം കാണുവാൻ മർത്യലോകെ വാഴുവാൻ മർത്യനായി മന്നിടത്തിൽ സർവശക്തി ഉദയമായി മർത്യനായി മന്നിടത്തിൽ സർവശക്തി ഉദയമായി മറമാറുന്ന അറിവുകൾ മറമാറ്റുന്ന അറിവുകൾ മറമാറുന്ന അറിവുകൾ മറമാറ്റുന്ന അറിവുകൾ മറമാറുന്ന അറിവുകൾ മറമാറ്റുന്ന അറിവുകൾ മറമാറുന്ന അറിവുകൾ മറമാറ്റുന്ന അറിവുകൾ മറവി മാറ്റി തെളിയിക്കുവാൻ സർവശക്തി ഉദയമായി മറമാറുന്ന അറിവുകൾ മറമാറ്റുന്ന അറിവുകൾ മറവി മാറ്റി തെളിയിക്കുവാൻ സർവശക്തി ഉദയമായി മറമാറുന്ന അറിവുകൾ മറമാറ്റുന്ന അറിവുകൾ മറവി മാറ്റി തെളിയിക്കുവാൻ സർവശക്തി ഉദയമായി പാടിയതിനകത്തൊരു ചെറിയ വശമില്ലേ? ഉണ്ടോ? മറമാറുന്ന അറിവുകൾ മറമാറ്റുന്ന അറിവുകൾ രണ്ടും ഒന്നല്ലേ? മറമാറുന്ന അറിവും മറമാറ്റുന്ന അറിവും രണ്ടാണോ? ഒരു ചെറിയ വിഷയമില്ലേ? വിഷ കാണുന്നുള്ളവർ കൈവക്കാം. ആർക്കും അങ്ങനെ തോന്നിയില്ല. ഇവിടെ കാണും ആർക്കെങ്കിലും തോന്നിയോ? ആർക്കും തോന്നിയില്ല. ഇവിടെ ഇല്ല. വിഷമല്ല. അപ്പൊ പിന്നെ എന്തുവാ? രണ്ടും ഒരേ ആശയമല്ലേ? അല്ലേ? അല്ല. എന്നാ പറ, എന്താ കാര്യം? മറമാറിയാണ്. മറമാറാനുള്ള അറിവുകൾ അല്ലേ? ആദ്യം പറഞ്ഞ പദം അതല്ലേ? മറമാറാനുള്ള അറിവ്. മറവി ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ മറയുള്ളത് കൊണ്ടാണ് മർത്യൻ അന്ധകാരത്തിലേക്ക് പോകുന്നത്. ആ മറ മാറ്റാനുള്ള അറിവ് കൊടുത്തു, തന്നില്ലേ? ജന്മാന്തരജ്ഞാനം തന്നില്ലേ? അപ്പം അതിനെ നമ്മൾ സ്വീകരിച്ചു. ജീവിതം ചെയ്യുമ്പോൾ നമ്മളിൽ എന്തുണ്ടാകും? നിഷ്കളങ്കത്വം ഉണ്ടാകും. ആ നിഷ്കളങ്കത്വം ഉപയോഗിച്ച് നമുക്ക് മറ്റൊരാളിൻ്റെ മറ മാറ്റാൻ കഴിയും. രണ്ടും രണ്ടാണോ? ഒന്ന് തന്നെയാണ്, പക്ഷേ പ്രയോഗത്തിൽ രണ്ടാണ്. മറമാറുന്ന അറിവുകൾ മറമാറ്റുന്ന അറിവുകൾ മറമാറുന്ന അറിവുകൾ മറമാറ്റുന്ന അറിവുകൾ മറവി മാറ്റി തെളിയിക്കുവാൻ സർവശക്തി ഉദയമായി മറമാറ്റുന്ന അറിവുകൾ മറമാറ്റുന്ന അറിവുകൾ
മായാമറ മാറട്ടെ മാനസത്തിൽ വാഴട്ടെ, മായാമറ മാറട്ടെ മാനസത്തിൽ വാഴട്ടെ, മായാമറ മാറട്ടെ മാനസത്തിൽ വാഴട്ടെ, മാനസ ശോഭയിലെന്നും ആത്മലോകം വാഴട്ടെ, മാനസ ശോഭയിലെന്നും ആത്മലോകം വാഴട്ടെ, മായാമറ മാറട്ടെ, മാനസ ശോഭയിൽ എന്നും ആത്മലോകം വാഴട്ടെ. അവതാരം അറിയിക്കുന്ന അറിവുകൾ ആത്മലോകത്തിന്റെ മറ മാറ്റുകയാണ്. തിരുവതാരം അറിയിക്കുന്ന അറിവുകൾ ആത്മലോകത്തിന്റെ മറ മാറ്റുകയാണ്. മറ മാറ്റുന്നത് എന്തിനു വേണ്ടിയാണ്? മറ മാറ്റുന്നത് എന്തിനു ഈ വേണ്ടിയാണ്? സത്യം ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ്. സത്യം ബോധ്യപ്പെടുന്നതിന് ഈ വേണ്ടിയാണ്. ലോകത്തിൽ എന്നും കഴിയേണ്ടവനല്ല നീ. ഈ ലോകത്തിൽ എന്നും കഴിയേണ്ടവരല്ല നാം. നിനക്ക് സ്വസ്ഥമായ ഒരു സ്ഥാനമുണ്ട്, നമുക്ക് സ്വസ്ഥമായ ഒരു സ്ഥാനമുണ്ട്. സ്വന്തമായ ഒരു ഇരിപ്പിടമുണ്ട്. സ്വന്തമായ ഒരു ഇരിപ്പിടമുണ്ട്. അത് എന്റെ ഹൃദയമാണ്. അത് ഹൃദയമാണ്. ആ ഉത്ഭവസ്ഥാനത്തേക്ക് നീ എത്തിച്ചേരേണ്ടവനാണ് ആ ഉത്ഭവസ്ഥാനത്തേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതാണ്. എന്ന സത്യം ആത്മാവ് കൊണ്ട് ആത്മാവ് തന്നെ ബോധ്യപ്പെടുവാൻ തക്ക വിധത്തിലാണ് മറ നീക്കി തെളിയിക്കുന്നത്. ആത്മാവ് കൊണ്ട് ആത്മാവ് തന്നെ ബോധ്യപ്പെടുവാൻ തക്ക വിധത്തിലാണ് മറമാറ്റി തെളിയിക്കുന്നത്. ആ തെളിവാണ് ആത്മലോകത്തിൽ മാനസ ശോഭയായി വർദ്ധിക്കുന്നത്. ആ തെളിവാണ് ആത്മലോകത്തിൽ മാനസ ശോഭയായി. ആ മാനസ ശോഭയിൽ എത്തി നിന്നുകൊണ്ട് ഹൃദയാനന്ദത്തിലേക്ക് കടക്കണം. മാനസ ശോഭയിൽ എത്തി നിന്നുകൊണ്ട് ഹൃദയാനന്ദത്തിലേക്ക് കടക്കണം. ആ ശോഭയേറുന്ന മനസ്സുകൾക്ക് മാത്രമേ ശോഭയേറുന്ന കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. ശോഭയേറുന്ന മനസ്സുകൾക്ക് മാത്രമേ ശോഭയേറുന്ന കർമ്മങ്ങൾ ചെയ്യാൻ ആ പറ്റൂ. മാനസം ശോഭയേറി വർദ്ധിതമായി നിലകൊണ്ടാൽ, മാനസം ശോഭയേറി വർദ്ധിതമായി നിലകൊണ്ടാൽ, ഉന്നതമായ ചിന്തകൾ, ഉന്നതമായ വാക്കുകൾ, ഉന്നതമായ കർമ്മങ്ങൾ അവരിലൂടെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഉന്നതമായ ചിന്തകളും ഉന്നതമായ വാക്കുകളും ഉന്നതമായ കർമ്മങ്ങളും അവരിലൂടെ സംഭവിച്ചുകൊണ്ടേ. ആ ഒരു ദീപം കത്തിച്ച് വെച്ചിട്ട് ഒരു ദീപം കത്തിച്ചു വെച്ചിട്ട് ഇതിൽ നിന്ന് ഇരുട്ട് മാത്രമേ വരാവൂ എന്ന് ഒരാൾ ആഗ്രഹിച്ചാൽ ഇതിൽ നിന്ന് ഇരുട്ട് മാത്രമേ വരാവൂ എന്ന് ഒരാൾ ആഗ്രഹിച്ചാൽ ഒരിക്കലും ഇരുട്ടുണ്ടാവുകയില്ല. ഒരിക്കലും ഇരുട്ടുണ്ടാവില്ല. കാരണം ദീപം എന്ന് പറയുന്നത് പ്രകാശമാണ്. കാരണം ദീപം എന്ന് പറയുന്നത് ആ പ്രകാശമാണ് വർദ്ധിതമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രകാശമാണ് വർദ്ധിതമായി. ഇതുപോലെ ആ മായാമറയാകുന്ന കൂരിരുട്ട് അല്ലെങ്കിൽ അന്ധകാര ബന്ധങ്ങൾ ഒഴിവായി മായാമറയാകുന്ന കൂരിരുട്ട് അല്ലെങ്കിൽ അന്ധകാര ബന്ധങ്ങൾ ഒഴിവായി ആത്മാവ് ശുദ്ധമായി വർദ്ധിതമാകും തോറും ആത്മാവ് ശുദ്ധമായി വർദ്ധിതമാകുന്നു. ആ ആത്മചൈതന്യ തിളക്കം ആത്മലോകത്തിലേക്ക് ഇങ്ങനെ പ്രസരിച്ചുകൊണ്ടേയിരിക്കും. ആത്മചൈതന്യ തിളക്കം ആത്മലോകത്തിലേക്ക് ഇങ്ങനെ പ്രസരിച്ചുകൊണ്ടേ. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത് ആത്മപ്രഭാകരനേ ആത്മാവിലാനന്ദം നൽകണമേ. ആത്മപ്രഭാകരനേ ആത്മാവിലാനന്ദം നൽകണമേ. ആത്മപ്രഭാകരനേ
ആദിയിലാദിനാഥൻ നൽകിയ സത്യമൊഴി ആദിയിലാദിനാഥൻ നൽകിയ സത്യമൊഴി ലോകകർമ്മങ്ങളാൽ ഞാൻ മറന്നുപോയെന്റെ നാഥ. ലോകകർമ്മങ്ങളാൽ ഞാൻ മറന്നുപോയെന്റെ നാഥ. ആത്മപ്രഭാകരനേ ആത്മാവിലാനന്ദം നൽകണമേ. മറവിയെ മാറ്റിടുവാൻ മനുകുല രക്ഷ ചെയ്യുവാൻ മറവിയെ മാറ്റിടുവാൻ മനുകുല രക്ഷ ചെയ്യുവാൻ മഹനീയ ജ്ഞാനമായി അവതാരം ചെയ്തവനെ മറവിയെ മാറ്റിടുവാൻ മനുകുല രക്ഷ ചെയ്യുവാൻ മഹനീയ ജ്ഞാനമായി അവതാരം ചെയ്തവനെ അറിവില്ലാത്തടിയനിൽ അറിവോതി നൽകിയിടണേ. അറിവില്ലാത്തടിയനിൽ അറിവോതി നൽകിയിടണേ. അനന്തമാനന്ദത്തിലടിയനെ ചേർക്കണമേ. അറിവില്ലാത്തടിയനെ അറിവോതി നൽകിയിടണേ. അനന്തമാനന്ദത്തിൽ അടിയനെ ചേർക്കണമേ. ആത്മപ്രഭാകരനേ ആത്മാവിൽ ഇപ്പോൾ മനസ്സശോഭ വർദ്ധിച്ച് അത് ആത്മപ്രഭയായി തീരുമ്പോൾ ആത്മപ്രഭാകരനെ ആനന്ദരൂപമായ ആത്മാവിൽ തന്നെ കാണുവാനുള്ള ഭാഗ്യമുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ആത്മപ്രഭാകരൻ എന്ന് വിളിക്കുന്നത്. അപ്പോ ആത്മപ്രഭാകര എന്ന് വിളിച്ച് സ്തുതിക്കുമ്പോ കേട്ട് കേട്ട് സ്തുതിക്കുന്നു. അതങ്ങനെയാണല്ലോ നമ്മുടെ ശീലം. സ്തുതിക്കുന്നത് അത് കാണുവാൻ വേണ്ടി സ്തുതിക്കണം.
സ്തുതിക്കുന്നത് അത് കാണുവാൻ സ്വന്തം അനുഭവമായി തീരുവാൻ വേണ്ടി സ്തുതിക്കണം. സ്വന്തം അനുഭവമായി തീരുവാൻ വേണ്ടി അല്ലാതെ എപ്പോഴും കേട്ട് കേട്ട് സ്തുതിച്ചത് കൊണ്ട് കാര്യമില്ല. അല്ലാതെ എപ്പോഴും കേട്ട് കേട്ട് സ്തുതിച്ചതുകൊണ്ട് കാര്യമില്ല. കണ്ണിന് കാണാത്ത കാഴ്ചകൾ ഉൾക്കാമ്പിൽ കണ്ടുകൊണ്ട് ആരാധനെ അകതാരിൽ ആനന്ദമായി അനുഭവിക്കുവാൻ കഴിയണം. കണ്ണിന് കാണാത്ത കാഴ്ചകൾ ഉൾക്കാമ്പിൽ കണ്ടുകൊണ്ട് ആരാധനെ അകതാരിൽ ആനന്ദമായി അനുഭവിക്കുവാൻ കഴിയണം. അങ്ങനെ ആനന്ദം അനുദിനം അനുഭവിപ്പാൻ അഖിലേശൻ വാഴണേ ദീർഘകാലം. മനസ്സിന്റെ അതിസുഖം തരുവതിനാൽ ശക്തി വാഴണേ ദീർഘകാലം. മനസ്സിന്റെ അതിസുഖം പ്രണവനാദത്തിൽ നിന്ന് ഉത്ഭവിച്ച ഈ സർവപ്രപഞ്ച പ്രകൃതികളും ഈ പ്രണവനാദമായി തന്നെ തീർന്നെങ്കിലേ അതിലേക്ക് സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഇപ്പോ പ്രണവനാദം ഓങ്കാരം എന്ന ശബ്ദത്തെ സാധൂകരിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അവനവന്റെ രൂപമാക്കി ഉരുവാക്കി എടുക്കുവാൻ വേണ്ടി പണിപ്പെടുന്ന അനേകം ആളുകളുണ്ട്. അതിനുവേണ്ടി അക്ഷരലക്ഷങ്ങൾ കോടികളൊക്കെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതിൻ്റെതായ അനുഭൂതി വിശേഷങ്ങളൊക്കെ അവരിൽ അനുഭവമാകുമെന്നുള്ളത് സത്യമാണ്. അതൊന്നും നിരാകരിക്കത്തക്കതല്ല. പക്ഷേ അതിന്റെ പരിപൂർണാവസ്ഥയിൽ എത്തണമെങ്കിൽ കർമ്മഫലം ആത്മാവിൽ സ്വീകരിക്കപ്പെടണം. അതിനാണ് കലിയുഗത്തിലെ വ്യവസ്ഥ. ഏറ്റവും വലിയ കർമ്മം എന്താണ്? നിഷ്കാമകർമ്മമാണ്. സൽക്കർമ്മത്തിലൂടെ തത്വചിന്തകരായും തത്വചിന്തയിലൂടെ നിഷ്കളങ്കരായും നിഷ്കളങ്കതയിലൂടെ നിഷ്കാമകർമ്മിയായും ആത്മാക്കൾ രൂപീകരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ കലിയുഗത്തിലെ മോക്ഷം സാധ്യമാവുകയുള്ളൂ. വെറുതെ മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നാൽ മാത്രം അത് സാധിക്കുകയില്ല. ഈ ഉദയമായി നിൽക്കുന്ന മഹാശക്തിയെ നാവിലൂടെ ലഭിക്കുന്ന ആത്മജ്ഞാനങ്ങളെ സ്വീകരിച്ച് അല്ലെങ്കിൽ ആ ശബ്ദങ്ങളെ സ്വീകരിച്ച് ആ ശബ്ദം നമ്മുടെ ഹൃദയ താളമാക്കി മാറ്റണം. അഥവാ ആത്മാവിന്റെ രൂപമാക്കി മാറ്റണം. അപ്പൊ നമ്മൾ ഒരു പ്രത്യേക ഒരു ഗാനമേള നടക്കുന്ന ഒരു വേദി നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിക്കുക. എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ഉണ്ടാകും. പാട്ട് വായ്പാട്ട് പാടുന്ന ഒരാളുണ്ടാവും, ഓടക്കുഴൽ ഊതുന്ന ഒരാളുണ്ടാവും, വീണ വായിക്കുന്ന ആളുണ്ടാവും, തബല വായിക്കുന്ന ആളുണ്ടാവും, മൃദംഗം വായിക്കുന്ന ആളുണ്ടാവും, വയലിൻ വായിക്കുന്ന ആളുണ്ടാവും, ഗിത്താർ വായിക്കുന്ന ആളുണ്ടാവും. ഇപ്പൊ പിന്നെ പുതിയതായിട്ടൊന്ന് ഡ്രം സെറ്റ്, പിന്നെ മറ്റേത് റിഥം പാട് എന്ന് വേണ്ട ഒരുപാട് ഉപകരണങ്ങളുണ്ട്. ഇപ്പൊ അങ്ങനെ ഒരുപാട് ഉപകരണങ്ങളുടെ ഒരു ശബ്ദ സജ്ജീകരണത്തിലൂടെയാണ് ഒരു ഹൃദയത്തിൽ ഒരു കുളിർമ കൊടുക്കുന്നത്. അത് അതിൽ ലയിക്കുന്നവരും സുഖിക്കുന്നവരും ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള താളവും ലയവുമാണ് ഇഷ്ടം. രാഗങ്ങളുമാണ് ഇഷ്ടം. അങ്ങനെ ഇഷ്ടമുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഗാനമേളക്കാർ പാട്ട് പാടിക്കൊടുക്കുകയും ചെയ്യും. അപ്പൊ പാട്ട് പാടുന്ന ആളിന്റെ ഉള്ളിൽ നിന്ന് ആ നാദം ഇങ്ങനെ വന്ന് കണ്ഠത്തിൽ നിന്ന് നാവിലൂടെ സഞ്ചരിച്ച് ശബ്ദമായി പുറത്തേക്ക് വരികയാണ്. പലതരം ശബ്ദങ്ങളായി രൂപീകരിക്കപ്പെടുകയാണ്. അത് അടിയിൽ നിന്ന് ഉയർന്നു വരുന്ന വായുവിന്റെ ആ മർദ്ദമാണ് പുറത്തേക്ക് ശബ്ദമായി വരുന്നത്. ആ ശബ്ദവീചികൾ അതിന്റെ ക്രമം ഒന്ന് തെറ്റിപ്പോയാൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാകും.
തെറ്റിപ്പോയാൽ നമുക്ക് അസ്വസ്ഥതയുണ്ടാകും. ആ സാ എന്ന് പറയേണ്ട സ്ഥാനത്ത് ഷായാണ് പറഞ്ഞെങ്കിൽ നമ്മൾ അപ്പോഴേ ശ്രദ്ധിക്കും. സാ എന്ന് പറയേണ്ട സ്ഥാനത്ത് ഷായ എന്നാണ് പറഞ്ഞെങ്കിൽ നമ്മൾ അപ്പോഴേ ശ്രദ്ധിക്കും. അത് ഷായായി പോയാലും ശ്രദ്ധിക്കും. അത് ഷായായി പോയാലും ശ്രദ്ധിക്കും. ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കും. ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കും. ഈ ശ്രദ്ധിക്കപ്പെടുന്ന ശബ്ദ വ്യത്യാസങ്ങൾ വരുത്തിയത് ഈ നാവ് തന്നെയാണ്. ശ്രദ്ധിക്കപ്പെടുന്ന ശബ്ദ വ്യത്യാസങ്ങൾ വരുത്തിയത് ഓരോ അക്ഷരത്തിനും അതിന്റെ ഉച്ചാരണ ശൈലി ഉണ്ടാക്കിയെടുത്തത് ഈ നാവ് തന്നെയാണ്. ഓരോ അക്ഷരത്തിനും അതിന്റെ ഉച്ചാരണ ശൈലി ഉണ്ടാക്കിയെടുത്തത് നാവ് തന്നെയാണ്. ഈ നാവ് കൊണ്ട് ഉച്ചരിച്ച് പഠിപ്പിച്ചതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഒക്കെ നാവ് കൊണ്ട് ഉച്ചരിച്ച് പഠിപ്പിച്ചതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ശബ്ദങ്ങളാണ് ഗായകരിൽ കൂടി പുറത്തേക്ക് വരുന്നത്. അങ്ങനെയുള്ള ശബ്ദങ്ങളാണ് ഗായകരിലൂടെ പുറത്തേക്ക് വരുന്നത്. അപ്പോ ഓടക്കുഴൽ വായിക്കുന്ന ആളുകള് ആ 7 ദ്വാരത്തിലൂടെ ശബ്ദങ്ങളെ വിന്യസിപ്പിക്കുകയാണ്. പക്ഷെ ഓടക്കുഴൽ വെറുതെ എവിടെങ്കിലും ഇരുന്നാൽ ശബ്ദം ഉണ്ടാകുന്നില്ല. പുരാണങ്ങളിൽ പറയുന്നുണ്ട് കാറ്റ് വന്ന് മുളയ്ക്കകത്ത് കയറി ആ ശബ്ദങ്ങൾ ഉണ്ടാക്കിയെന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട്. അത് നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റുകയില്ല. പക്ഷേ സ്വാഭാവികമായി ചിന്തിച്ചാൽ ഒരു വായുമർദ്ദം അതിനുള്ളിലേക്ക് കൊടുത്തെങ്കിൽ മാത്രമേ അതിൽ നിന്ന് ഓടക്കുഴലിൽ നിന്ന് ആ മധുരനാദം ഉണ്ടാവുകയുള്ളൂ. അത് വെറുതെ ഊതിവിട്ടാൽ അത് നാദമായി മാറുകയില്ല. അത് പഠിച്ച് അതിന്റെ ശബ്ദ ക്രമീകരണം അനുസരിച്ച് വിരലുകൾ മാറ്റിയും കൊടുത്തും അതിനെ ക്രമീകരിക്കുമ്പോഴാണ് അത് സംഗീതമായി മാറുന്നത്. അതുപോലെ തന്നെ വയലിനും അങ്ങനെ തന്നെയാണ്, വീണയും അങ്ങനെയാണ്. അതുപോലെ ഓരോ ആ ഉപകരണങ്ങളെ കുറിച്ച് ചിന്തിച്ചാലും അതിൽ നിന്നെല്ലാം വരുന്ന ശബ്ദങ്ങൾ ആ പരിശീലനമുള്ള വ്യക്തി പ്രയോഗിക്കുന്ന അനുസരിച്ചാണത് നമുക്ക് കർണമധുരമായി തീരുന്നത്. അപ്പൊ ആ ഉപകരണങ്ങളിൽ നിന്നാണ് വരുന്നതെങ്കിലും ഉപകരണം ഉപയോഗിക്കുന്ന വ്യക്തിയിൽ നിന്നാണ് അത് ശരിയായി വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് പഠിച്ചു വെച്ചിരിക്കുന്ന കലാകാരൻ അതിന്റെ ക്രമമനുസരിച്ച് ഉപയോഗിക്കുമ്പോഴാണ് അത് കർണമധുരമായി വരുന്നത്. അല്ലെങ്കിൽ ഒരു യഥാർത്ഥ സംഗീതം സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്ന സംഗീതം ശരിക്കും ചിന്തിച്ചാൽ മനുഷ്യനിൽ നിന്നാണ് വന്നത്, കലാകാരനിൽ നിന്നാണ് വന്നത്. ആ കലാകാരനിൽ ഈ ശബ്ദം എവിടെ നിന്നുണ്ടായി? അത് പ്രയോഗിക്കുവാനുള്ള ശക്തി എവിടെ നിന്നുണ്ടായി? അങ്ങനെ പുറകോട്ട് ചിന്തിക്കുമ്പോൾ ഓടക്കുഴൽ പഠിപ്പിച്ച ഒരു വ്യക്തി അദ്ദേഹത്തിന് ഗുരുവായിട്ടുണ്ടാകും. ആ ഗുരുവിന് മറ്റൊരു ഗുരു ഉണ്ടാകും, ആ ഗുരുവിന് മറ്റൊരു ഗുരു ഉണ്ടാകും. അങ്ങനെ പുറകോട്ട് ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓടക്കുഴൽ ഊതി പ്രകൃതിയെ പോലും നിശ്ചലമാക്കിയ ശ്രീകൃഷ്ണനിൽ ചെന്നെത്തി നിൽക്കും. അവിടെ നിന്ന് വീണ്ടും പുറകോട്ട് ചിന്തിച്ചാൽ ആദിബോധത്തിലേക്ക് ചെന്ന് നിൽക്കും. ആ ബോധത്തിൽ നിന്നാണ് സർവ്വശബ്ദങ്ങളും ഉണ്ടായിരിക്കുന്നത്. അപ്പോ സർവ്വശബ്ദങ്ങൾക്കും ആധാരമായി നിൽക്കുന്നത് ഏകബോധമാണെന്നുള്ള തിരിച്ചറിവുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ ഇരിക്കുന്ന ഓരോരുത്തരിൽ നിന്നും ഉണ്ടാകുന്ന ശബ്ദം എവിടെ നിന്നുണ്ടായതാണ്? നിങ്ങളിരിക്കുന്ന ജീവൻ ആരുടെ വകയാണ്? നിങ്ങൾ നിങ്ങളുടേതെന്ന് കരുതുന്ന ശക്തി ആരുടേതാണ്? ഈ ശരീരം ആരുടേതാണ്? ഈ മനസ്സാരുടേതാണ്? ഈ ബുദ്ധി ആരുടേതാണ്? ഈ കർമ്മശേഷി ആരുടേതാണ്? നിങ്ങൾ സ്വന്തമായി കരുതുന്ന സ്വത്തും സൗഭാഗ്യവും ആരുടേതാണ്? അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാനായിട്ടൊന്നുമില്ലേ, എനിക്കായിട്ടൊന്നുമില്ലേ, ഞാനായിട്ടൊന്നുമില്ലേ, എനിക്കായിട്ടൊന്നുമില്ലേ, ഭഗവാനല്ലാതെ ഒന്നും എനിക്കായി കാണുന്നില്ലേ, ഞാനായിട്ടൊന്നുമില്ലേ,
ലോകപ്രശസ്തനായ ഒരു കലാകാരനാണെന്നിരിക്കട്ടെ, ലോകപ്രശസ്തനായ ഒരു കലാകാരനാണെന്നിരിക്കട്ടെ, വിരലൊന്ന് മാറിപ്പോയാൽ എങ്ങനെ ഇരിക്കും? വിരലൊന്ന് മാറിപ്പോയാൽ എങ്ങനെയിരിക്കും? അക്ഷരം വികലമാവും, അക്ഷരം വികലമാകും, സംഗീതമല്ലാതാകും. സംഗീതമല്ലാതാകും. എന്നതുപോലെ ഭഗവാന്റെ ഇഷ്ടമല്ലാത്ത കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ സംഗീതാത്മകത അത് നഷ്ടപ്പെട്ടു പോകും. ഭഗവാന്റെ ഇഷ്ടമല്ലാത്ത കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ സംഗീതാത്മകത നഷ്ടപ്പെട്ടു, ജീവിതത്തിന്റെ താളം അങ്ങ് മാറിപ്പോകും. ജീവിതത്തിന്റെ താളമെന്ന് മാറി. ഇതിനുള്ളിൽ വളരെ കൃത്യമായി താളം ചെയ്യുന്ന ഒരാളുണ്ട്. നമുക്കുള്ളിൽ വളരെ കൃത്യമായി താളം ചെയ്യുന്ന ഒരാൾ. നിങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഉപകരണമായ ഹൃദയം, നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഉപകരണമായ ഹൃദയം കൃത്യമായ ഒരു താളത്തിലാണ്. കൃത്യമായ ഒരു താളത്തിൽ അതിന്റെ വേഗത കുറയുകയോ കൂടുകയോ ചെയ്താൽ കുഴപ്പമാണ്. അതിന്റെ വേഗത കുറയുകയോ കൂടുകയോ ചെയ്താൽ. രാവിലെ ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു പ്രഷർ അങ്ങ് കുറയുകയാണ്. രാവിലെ ഒരാൾ മുമ്പാകെ അറിയിച്ചു പ്രഷർ അങ്ങ് കുറയുകയാണ്. എന്താ കാര്യം? ഇവനൊരു അല്പം വേഗത കുറയ്ക്കുന്നതാണ്. വേഗത ഇപ്പം കുറയ്ക്കുന്നു. അപ്പൊ ക്ഷീണമായി തളർച്ചയായി ബുദ്ധിമുട്ടായി ഉടനെ ഡോക്ടറെ അടുത്ത് പോകണം. ക്ഷീണമായി ബുദ്ധിമുട്ടായി ഡോക്ടറെ അടുത്ത് പോകണം. ഇനി അല്പം കൂടിയാലോ? കൂടിയാലോ? അപ്പൊ അതിനേക്കാൾ വെപ്രാളമാണ്. അപ്പോൾ അതിനേക്കാൾ അപ്പൊ തല കറങ്ങുന്നു, ബുദ്ധിമുട്ടാകുന്നു, ചെന്ന് നോക്കിയപ്പോ പ്രഷർ കൂടുതലാണ്. നോക്കിയപ്പോൾ പ്രഷർ കൂടുതലാണ്. ഇപ്പൊ എന്താ? ഇതിന് താളം അല്പം ഉയർന്നു നിൽക്കുകയാണ്. അതിന് കൃത്യമായ ഒരു താളമുണ്ട്. എന്തുകൊണ്ടാണ് ഇത് മാറ്റം വരുന്നത്? കുറഞ്ഞു പോവുകയോ കൂടിപ്പോവുകയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതിന് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ അകത്തോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ടാണ്. കാരണം നിറവും മണവും ഗുണവും ഒക്കെ വരുത്താൻ വേണ്ടി ആവശ്യമില്ലാത്തതൊക്കെ ആഹാര സാധനങ്ങളായിട്ട് ഉപയോഗിക്കും. ഇപ്പൊ കുറച്ച് എള്ളാട്ടാൻ എടുത്ത് കൊണ്ടുപോയി. വഴി പോയപ്പോ കുറച്ച് സാധനങ്ങളൊക്കെ അതിനെ നിൽക്കുന്ന കണ്ടുകൊണ്ട് അതും കൂടെ വാരി അതിലിട്ടുകൊണ്ട് പോയാൽ അപ്പൊ നല്ല കുറെ പൂക്കളാന്ന് കണ്ടു. അപ്പൊ എന്തായാലും എള്ളിന്റെ കൂടെ ഈ പൂക്കളും കൂടെ കിടക്കട്ടെ, നല്ലതല്ലേ, പൂജയ്ക്ക് ഉപയോഗിക്കുന്ന സാധനമാണല്ലോ, കുറച്ച് അതും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് എള്ളിന്റെ കൂടെ ഇട്ട് ആട്ടിയാൽ എള്ളെണ്ണ വേറൊരു അവസ്ഥയിലായി പോകും. ഏറ്റവും വേഗം അത് മലിനമായി പോവുകയാണ്. പിന്നെ പ്രധാന ഉപയോഗം നടക്കാതെ വരികയാണ്. എന്നതുപോലെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വലിച്ചു വാരി കഴിച്ച് രോഗികളായി പോകുന്നതോടൊപ്പം മാനസികമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. കാരണം ഈ മനസ്സിനെ നിയന്ത്രിക്കുന്നത് ഈ ആഹാരത്തിൽ കൂടി ഉണ്ടാകുന്ന തന്തുക്കളാണ്, അല്ലെങ്കിൽ തത്വങ്ങളാണ്. ആ തത്വങ്ങളെ സ്വീകരിച്ചാണ് മനസ്സ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് വ്രതകാലയളവിൽ ആഹാരം കുറച്ച് അളവ് കുറയ്ക്കണമെന്നും ഈ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കണമെന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ്? മനസ്സിനെ നിയന്ത്രിക്കുവാൻ വേണ്ടിയുള്ള കരുത്തുണ്ടാകാൻ വേണ്ടിയാണ്. സാത്വിക ആഹാരമാണ് മനസ്സിനെ നല്ല ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നത്. രാജസമായ ആഹാരങ്ങളാണ് കഴിക്കുന്നതെങ്കിൽ വളരെ വീര്യം കൂടുതലായിരിക്കും. ആരോടും തർക്കവും വളരെ കോപാകുലനായും ആവശ്യമില്ലാത്ത ചിന്താഗതികളോടുകൂടി പോകുന്നതായി കാണാം. അതെല്ലാം ഒഴിവാക്കി സാത്വികമായ രീതിയിലുള്ള ജീവിതക്രമം പരിശീലിച്ചാൽ ആഹാരം കഴിക്കുന്നത് മാത്രമല്ല, ആഹാരം നേടിയെടുക്കുന്ന വഴിക്ക് വരെയും അതിന്റെ ശുദ്ധത ഉണ്ടാവണം. പിടിച്ചു പറിച്ചെടുത്ത് കഴിച്ചാൽ അതിന്റെ അവസ്ഥ അത് മാത്രമായിരിക്കും. എന്ന് പറഞ്ഞാൽ ആരെയും ദ്രോഹിച്ചുള്ളതൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. സന്തോഷമായി തരുന്നതായാൽ പോലും അമിതമായി ഉപയോഗിക്കരുത്. പണ്ട് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കൂടുതൽ പറയുന്ന ഒരു കഥ ഉണ്ടായിരുന്നു. പലപ്പോഴും ഞാനും ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ, വടക്കേലൊരു ഊണുണ്ട്, കളയല്ലേ എന്നൊരു അച്ഛൻ മരണസമയത്ത് മകനോട് പറഞ്ഞു. മകനെ വിളിച്ചു. മരണസമയമായപ്പോ മകനെ വിളിച്ചു, മോനെ വടക്കേ ഒരു ഊണുണ്ട്, നീ ഒരിക്കലും ഇത് കളയല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ മോൻ അച്ഛന് മരിച്ചു, അതിന്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുമ്പോ വടക്കേ വീട്ടിൽ നിന്ന് ആ ആള് വന്ന് വിളിച്ചു, മോനെ വാ ഊണ് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മാന്യമായിട്ട് പോയി. അച്ഛൻ പറഞ്ഞതല്ലേ ഊണ് കളയരുത്, മാന്യമായി പോയി അവിടെ നിന്ന് ഊണ് കഴിച്ചു. പിറ്റേ ദിവസവും ഇവര് വന്ന് വിളിച്ചു. അപ്പം ഇപ്പം വിചാരിച്ചടാ ഊണ് നമ്മൾ കരുതണ്ടല്ലോ, അവര് തരുമല്ലോ, അച്ഛൻ പറഞ്ഞതല്ലേ. ഇപ്പൊ രണ്ടാമത്തെ ദിവസവും ഊണ് കിട്ടി.
രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഇയാളൊന്നും കരുതിയില്ല, നോക്കിയിരിക്കുക, ഇപ്പൊ വിളിക്കുമെന്ന് വിചാരിച്ചിരിക്കുക, വിളിച്ചില്ല. മൂന്നാമത്തെ ദിവസം കരുതിയില്ല, നോക്കിയിരിക്കുകയാണ്, വിളിച്ചില്ല. അപ്പൊ വിളിക്കുന്നില്ല, എത്തിയും പറഞ്ഞൊക്കെ നോക്കി വിളിക്കുന്നില്ല. അപ്പൊ വീണ്ടും ഇങ്ങനെ അടുത്തടുത്ത് വേലിയുടെ അടുത്തോട്ടൊക്കെ ചെന്ന് ഇങ്ങനെയൊക്കെ നോക്കി, ഓർക്കാഞ്ഞിട്ടാണെങ്കിലോ എന്ന് വിചാരിച്ച്. അപ്പൊ ഈ ആളിനെ കണ്ടുകൊണ്ട് ആ ആളങ്ങ് അകത്ത് കയറിപ്പോയി. അപ്പൊ അച്ഛൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇങ്ങനൊരു വിളിയുണ്ട്. അച്ഛനെ പലപ്പോഴും ഇവര് വിളിച്ചിട്ടുണ്ട്. അച്ഛൻ പറയാം ഇപ്പൊ വേണ്ടായേ, പിന്നെ വരാവേ എന്ന് പറയും. അപ്പൊ ഊണവിടെ ഉണ്ട്, കാരണം അവര് തരാൻ തയ്യാറാണ്, നമ്മൾ വാങ്ങിക്കുന്നില്ല. എന്നതുപോലെ സന്തോഷമായിട്ട് തരുന്നതായാലും എന്നും ലഭിക്കണമെങ്കിലും നമുക്ക് പ്രയോജനമാകണമെങ്കിലും അതിൻ്റെതായ വഴി അനുസരിച്ച് സ്വീകരിക്കണം. ഇപ്പോ കൂടുതലും നമ്മുടെ വിപണനശാലകളുടെയൊക്കെ മുന്നിൽ ചെന്നാൽ ഏറ്റവും വലിയ ബോർഡ് സൗജന്യം എന്നുള്ളതാണ്. ഇപ്പൊ ഓൺലൈനിൽ ഒരു സാധനം വാങ്ങാൻ നോക്കിയാലും കിടക്കുന്നത് ഫ്രീ ഇത്ര രൂപ എന്നാണ് വലുതായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ സാധനം വാങ്ങിക്കാൻ പോയി സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങിച്ചുകൊണ്ട് ഇവിടെ ബില്ല് കൊണ്ടുവന്നാൽ പലപ്പോഴും നോക്കുമ്പോൾ ഈ വാങ്ങിച്ച സാധനത്തിന് അത്രയും വിലയില്ലല്ലോ. വലിയ അക്ഷരത്തിൽ കിടക്കുമ്പം ഇപ്പം 13,000 രൂപയുടെ സാധനം വാങ്ങിച്ചു, അപ്പോൾ 1513 രൂപ എന്ന് ബില്ല് കിടക്കും. ഇപ്പം ഞാൻ നോക്കിയാൽ ഇതെന്താ 1500 രൂപ ആയുള്ളൂ ഇത്രയും സാധനം വാങ്ങിച്ചിട്ട്. നോക്കി എല്ലാം തിരിച്ചും മറിച്ച് നോക്കി എന്തുവാ കൊടുത്ത തുക 3200 താഴെ ചെറുതായിട്ടാണ് കിടക്കുന്നത്. ലാഭം എത്ര ഉണ്ടായി എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനല്ലോ വലിയ അക്ഷരം കൊടുത്തിരിക്കുന്നു. മിക്കവാറും കടകളിലെല്ലാം ഇപ്പം അങ്ങനെയാണ് തരുന്നത്. അങ്ങനെ ഇവിടെ അബദ്ധവും പറ്റിയിട്ടുണ്ട്. കാരണം ഈ തുക കൊടുക്കും, മറ്റേത് കാണത്തില്ല. ബില്ലും കൊണ്ട് വരുമ്പോഴേ ഈ തുക എടുത്തു കൊടുക്കും. അപ്പോൾ അവരവിടെ കൊണ്ട് കണക്ക് കൂട്ടി നോക്കിയോ തുക കുറഞ്ഞു പോയല്ലോ. തിരിച്ചു വരുമ്പോഴാ താഴെ ചെറിയ അക്ഷരത്തിലാണ് വാങ്ങിച്ച സാധനത്തിൻ്റെ വില കിടക്കുന്നത്. മുകളിൽ കിടക്കുന്ന ഏതാ? അവർ തന്ന ലാഭം. ആര് തന്ന ലാഭം? അവരിട്ട വില, അവര് കുറച്ച വില, അവര് തന്ന ബില്ല്. കൊടുത്ത കാശാരുടെയാ? അത് നമ്മുടെ കാശാ. എന്നാലും നമുക്കൊരു സന്തോഷം, 1500 രൂപ കുറഞ്ഞു കിട്ടിയല്ലോ. ഇത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ഈയിടെ ഒരു വലിയ ബഹളമൊക്കെ നടന്നൊരു വലിയ കേസൊക്കെ നടന്നു, ഹൈക്കോടതി വരെ പോയൊരു കേസ്. കാരണം ഒരു കട ഒഴിയുകയാണെന്ന് പറഞ്ഞിട്ട് തുണിക്കട വലിയ വലിയ വിപണനം നടത്തി പകുതി വിലയ്ക്ക്. അപ്പോൾ കുറെ പേര് പോയി കുറെ കൂടുതൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കാരണം നല്ല നല്ല സാധനങ്ങളാണല്ലോ എന്ന് കരുതിയാണ്. അപ്പൊ വീട്ടിൽ കൊണ്ടുവന്ന ഒരാള് വെള്ളത്തിൽ മുക്കി എടുത്തപ്പം ആദ്യത്തെ ബില്ലങ്ങ് പോയി. ഈ അകത്ത് ജോലി ചെയ്തവന്റെ കൂർമ്മബുദ്ധിയാ, അവനെ ഈ അടിയെടുത്ത ബില്ല് കളഞ്ഞില്ല. ഇളക്കാൻ നോക്കിയപ്പോൾ ഇളകിയില്ലായിരിക്കും. അപ്പൊ പുതിയ ബില്ല പുറത്ത് കിടന്നത്. പുതിയ ബില്ല് നോക്കി അതിന്റെ പകുതിയാണ് നമ്മുടെ ഇന്ന് വാങ്ങിക്കുന്നത്. പുറത്ത് കിടക്കുന്ന ബില്ല് 4500, അകത്ത് കിടന്നത് 1500. നമുക്ക് തന്ന എത്രനാ? 2250. എങ്ങനെയുണ്ട് വില? ആരാ നിശ്ചയിച്ച വില? ആരെങ്കിലും അറിയുന്നുണ്ടോ? എന്നാലും ലാഭം 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 സൗജന്യം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അങ്ങനെ നെട്ടോട്ട് ഓടുക. അങ്ങനെ ഓടരുത്. അങ്ങനെ ഓടി പിടിച്ചു മേടിക്കുന്ന ഒന്നും നമുക്ക് ഫലമായി വരികയില്ല. നമ്മൾ വളരെ സാത്വികമായ ചിന്താഗതിയോടുകൂടിയുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. എങ്കിൽ മാത്രമേ അത് നമ്മുടെ ഹൃദയത്തിന് സുഖം തരികയുള്ളൂ. എവിടുന്നാണ് ഈ ദുഃഖം വന്നതെന്ന് അന്വേഷിച്ച് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. കയ്യിലിരിപ്പിന്റെ പല വിധത്തിലുള്ള പോരായ്മകളാണ് ഈ ദുഃഖത്തിന് കാരണമാകുന്നത്. കാരണം ഇങ്ങനെ നേടിയെടുക്കുന്നതൊന്നും നമുക്ക് ശാശ്വതമാവുകയില്ല. തുണി വാങ്ങിക്കുന്നത്, സാധനം വാങ്ങിക്കുന്നത് മാത്രമല്ല, അനേകം കാര്യങ്ങളുണ്ട്. അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ നോക്കണം. ചെറുപ്പം മുതൽ നിങ്ങൾ പഠിച്ചു വന്ന പല കാര്യങ്ങളും നിങ്ങൾ മറന്നിട്ടാണ് ഇപ്പോൾ ജീവിതം ചെയ്യുന്നത്. ഇതിനകത്തിരിക്കുന്നവരുടെ കാര്യമല്ല കേട്ടോ. ഞാൻ വെളിയിലൊക്കെ ഇങ്ങനെ പല ആളുകളുണ്ടല്ലോ, അവരെ കുറിച്ച് ഇങ്ങനെ അങ്ങ് പറഞ്ഞു. നിങ്ങളെല്ലാം ആത്മബോധികളല്ലേ. അപ്പൊ നമുക്ക് അങ്ങനൊന്നും വരുത്തില്ല. ഏകത്വമായൊന്നു ജീവിക്കാൻ നമ്മൾക്ക് ആത്മബോധോദയ സംഘത്താലേ. ഏകത്വം എന്ന് പറയുന്നത് ഏകതത്വമാണ്. അത് ഏക അറിവിൽ ജീവിച്ചെങ്കിലേ ഏകത്വത്തിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഈ അറിവും അനുസരണയും നിങ്ങളുടെ മുഖമുദ്രയായി തീരണം.
എപ്പോഴും ഈ അറിവ് മനുഷ്യരുടെ നമ്മുടെ മുഖമുദ്രയായി തീരണം. അങ്ങനെ ആയെങ്കിലേ നമുക്ക് സത്യമായ ജീവിതത്തിലൂടെ ഉന്നതനാകുന്ന ഗുരുവിങ്കിലേക്ക് ചേരാൻ കഴിയുള്ളൂ. ഇങ്ങനെ ആയെങ്കിൽ മാത്രമേ സത്യമായ ജീവിതത്തിലൂടെ നമുക്ക് ഉന്നതനായ ഗുരുവിലേക്ക് ചേരുവാൻ കഴിയൂ. അതിനുള്ള മനഃശക്തി ഈശ്വരൻ നിങ്ങൾക്ക് ദാനം ചെയ്യട്ടെ. അതിനുള്ള മനഃശക്തി ഈശ്വരൻ നമുക്ക് ദാനം ഓ ചെയ്യട്ടെ. ബുധനാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ബുധനാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ഉന്നതമായ നമ്മുടെ ജന്മനക്ഷത്ര മഹോത്സവം നടക്കുകയാണ്. ഉന്നതമായ ജന്മനക്ഷത്ര മഹോത്സവം നടക്കുകയാണ്. ആ ജന്മനക്ഷത്ര മഹോത്സവങ്ങൾ ആ ജന്മനക്ഷത്ര മഹോത്സവം വൻപിച്ച വിജയപ്രദമാക്കേണ്ടത് ആരുടെ കർമ്മമാണ്? വൻപിച്ച വിജയപ്രദമാക്കേണ്ടത് ആരുടെ കർമ്മമാണ്? ജന്മിയാകും ഗുരുവിന്റെ എല്ലാവരും അതിന് തയ്യാറായിരിക്കുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പരീക്ഷയുള്ള വീടുകളിൽ നിന്ന് ആളുകൾ കുറയുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ പരിശ്രമിച്ചാൽ നമുക്ക് ഇതിലും പങ്കെടുക്കാം, അതിലും പങ്കെടുക്കാം. കുഞ്ഞുങ്ങൾക്കല്ല, ജന്മനക്ഷത്രം നീ സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞ ആരെയും വിളിച്ചോണ്ട് വരാനല്ല. അവരെ സ്കൂളിൽ അയച്ചിട്ട് രക്ഷിതാക്കൾക്ക് വേണമെങ്കിൽ ഈ നടക്കുന്ന കാര്യങ്ങൾ പങ്കെടുക്കാം. സമീപ പ്രദേശത്തുള്ളവർക്കൊക്കെ എങ്ങനെ പങ്കെടുക്കാൻ പറ്റും? ദൂരെയുള്ളവർക്ക് അത് കഴിയില്ലല്ലോ. അവർ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കട്ടെ. ആനന്ദം ഈശ്വരൻ അവർക്ക് ദാനം ചെയ്യട്ടെ. എങ്കിലും മനഃപൂർവമായ ഒഴിവാക്കലുകൾ ആരും ചെയ്യരുത്. ഇപ്പോ എല്ലാവരും നോട്ടീസ് വായിച്ചു കാണും. ഇപ്പൊ 10 മണിക്കാണ് പ്രദക്ഷിണം. 10 മണിയാകുമ്പോഴത്തേക്ക് ഇനി വന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങും. ഇപ്പൊ പല റോഡുകളും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാര് മത്സര ബുദ്ധിയാൽ ഓരോ കർമ്മങ്ങൾ നടത്തുമ്പോൾ ജനങ്ങളാണ് വലയുന്നത്. കാരണം വേണ്ട വിധത്തിൽ പല കാര്യങ്ങളും നടക്കാതെ വരുമ്പോഴാണല്ലോ ഈ തടസ്സങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പൊ ആ തടസ്സങ്ങളൊക്കെ നിലവിലുള്ളത് കൊണ്ട് ഈ 10 മണിന്ന് പ്രതീക്ഷിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് എത്ര ആവും? 11-11:30 ആവും. ഇപ്പൊ എല്ലാം ഗേറ്റ് വരുമ്പോഴേ ഭഗവാനെ അങ്ങ് ക്ഷമിച്ചേക്കണേ, ഇച്ചിരി താമസിച്ചു പോയി എന്ന് പറയും. അതുകൊണ്ടാവുമോ? കാര്യം നടക്കേണ്ട സമയത്തല്ലേ ഇതിനാവശ്യം. ഈ 10 മണിക്ക് വന്ന് ഈ പ്രദക്ഷിണത്തിൽ പങ്കെടുത്താൽ മാത്രം ഒരു ഉത്സവം ആവുമോ? ആവുമോ? ഇപ്പൊ തലേ ദിവസം വന്ന് പല കാര്യങ്ങളും ചെയ്യുന്ന അനേകം ആളുകളുണ്ട്. അപ്പൊ ഇന്ന് തന്നെ വന്ന് ഈ കാര്യങ്ങൾ പലതും ഒരുക്കാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നവരുണ്ട്. പല ദിവസങ്ങളായി പല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ പലരും പ്രവർത്തന സന്നദ്ധരായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കപ്പെടുന്നത്. അപ്പൊ ജന്മിയാകും ഗുരുവിന്റെ ജന്മദിനം ആഘോഷിക്കാൻ ജന്മമെടുത്ത് ആത്മലോകം ഒരുങ്ങിക്കൊള്ളുക എന്ന് പാടിയാലാവുകയില്ല. ഒരുങ്ങണം എല്ലാ വിധത്തിലും. അപ്പൊ നമുക്ക് വിവിധ മേഖലകളിൽ പ്രവർത്തനം ചെയ്യുവാനുള്ള ആളുകളെ ആവശ്യമുണ്ട്. അതെല്ലാം അറിയാവുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. അവരെല്ലാം അതിന്റെ സമയത്ത് വന്ന് ആ കാര്യങ്ങളെല്ലാം വളരെ സുരക്ഷിതമായിട്ടും ഭക്തി നിർഭരമായിട്ടും പൂർത്തീകരിച്ച് എല്ലാം ഒരുക്കി വെച്ചിട്ട് നമ്മൾ ഈ കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഉള്ളുണർന്ന് ഉള്ളിലുള്ള ആനന്ദം അനുഭവിക്കാം. ഈ 3 ദിവസവും കൂടെ താമസിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം. 3 നേരവും കൊടുക്കണം. അപ്പൊ അതിനുവേണ്ടി പലരും പല വിധത്തിലുള്ള നേർച്ചകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അത് ഒരുക്കി കൊടുത്തെങ്കിലല്ലേ കഴിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ആ വിധത്തിലുള്ള കർമ്മങ്ങളുണ്ട്. അപ്പൊ അതിന് കുറെ ചെറുപ്പക്കാരങ്ങോട്ട് പോയി അവിടെ കാളാകൂളി കാണിച്ചൊരുക്കുന്നതല്ലല്ലോ വേണ്ടത്. അതിന് ആളുകളൊക്കെ അവിടെ ഉണ്ട്. പലരും ഇങ്ങനെ തയ്യാറായിരിക്കുകയാണൊക്കെ എനിക്കറിയാം. അത് മാത്രം പോരാ, മുതിർന്നവരും വളരെ അച്ചടക്ക ബോധമുള്ളവരുമായ ആളുകൾ അതിനെല്ലാം നേതൃത്വം കൊടുക്കാൻ അവിടെ ഉണ്ടാവണം. അവിടെ നിന്ന് റീല് ചെയ്യാനും പല വിധത്തിലുള്ള കോനാമ്പീച്ച് കാണിക്കാനും ഒന്നുള്ള അവസരം ഉണ്ടാക്കരുത്. ഇതൊരു പ്രസാദമായിട്ടാണ് നമ്മുടെ ഭക്തസന്താനങ്ങൾ ഭുജിക്കുന്നത്. പല ആളുകളും ഭഗവാനോടൊപ്പം തന്നെ ഇരുന്ന് കഴിക്കുന്നു എന്ന സങ്കല്പത്തിലാണ് കഴിക്കുന്നത്. അത് സത്യവുമാണ്. ആദ്യകാലങ്ങളിൽ ഞാൻ തന്നെ എന്റെ കൈ കൊണ്ടാണ് വിളമ്പി കൊടുത്തുകൊണ്ടിരുന്നത്. അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂക്ഷ്മ
ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സൂക്ഷ്മ. ആ അവസ്ഥയിൽ വിളമ്പി കൊടുക്കാനുള്ള ഭക്ഷണം തയ്യാറാകേണ്ടത് അതിൻ്റെതായ പരിശുദ്ധിയോടുകൂടിയാണ്. ആ വിധത്തിൽ വിളമ്പിക്കൊടുക്കാനുള്ള ഭക്ഷണം തയ്യാറാകേണ്ടത് അതിന്റേതായ പരിശുദ്ധി. അവിടെ അനാവശ്യമായ ചർച്ചകളൊന്നും വരാൻ പാടില്ല. അനാവശ്യമായ ചർച്ചകളൊന്നും വരാൻ വളരെ ശുചിത്വബോധത്തോടുകൂടി എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യണം. ശുചിത്വബോധത്തോടുകൂടി എല്ലാ കാര്യങ്ങളും കൈകാര്യം ആവശ്യമില്ലാതെ ഒന്നും നഷ്ടമാക്കി കളയരുത്. ആവശ്യമില്ലാതെ ഒന്നും നഷ്ടമാക്കി കളയരുത്. എല്ലാം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് ശുദ്ധമായി തന്നെ എടുത്ത് അവിടെ വെക്കുമ്പോഴാണ് ഞാൻ വന്നതെല്ലാം വിളമ്പി എല്ലാവർക്കും കൊടുക്കുന്നത്. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് ശുദ്ധമായി അവിടെ എടുത്ത് വെക്കുമ്പോഴാണ് തിരുമേനി എഴുന്നള്ളി അത് എല്ലാവർക്കും ദാനം ചെയ്യുന്നത്. അതാണ് അഭിരുചിയായും ആനന്ദമായ അനുഭവമാകുന്നത്. അതാണ് അതിരുചിയായും ആനന്ദമായും അനുഭവം. അങ്ങനെ എല്ലാം ഒരുക്കുവാൻ തക്ക വിധത്തിൽ നിങ്ങൾ സജ്ജരാകണമെന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഒരുക്കുവാൻ തക്ക വിധത്തിൽ നമ്മൾ സജ്ജരാകണമെന്ന് തിരുമേനി കൽപ്പിക്കുകയാണ്. അങ്ങനെ ഇവിടെ നടക്കേണ്ടതായ പ്രവർത്തനങ്ങളിലെല്ലാം അങ്ങനെ ഇവിടെ നടക്കേണ്ടതായ പ്രവർത്തനങ്ങളിലെല്ലാം അതിന് വാഡ്യം തൊപ്പിയൊന്നും വേണ്ട. അതിന് വാഴ്ചയും തൊപ്പിയൊന്നും വേണ്ട. പ്രത്യേകിച്ച് മൊമെന്റം തരണ്ട. പ്രത്യേകിച്ച് മൊമെന്റം എന്റെ സന്താനങ്ങൾക്കറിയാം ഭഗവാന്റെ സന്താനങ്ങൾക്ക് ഇത് സന്താനങ്ങളുടെ തറവാടാണിത്. ഭഗവത് സന്താനങ്ങളുടെ തറവാടാണ്. ആനന്ദരൂപന്റെ തറവാട് ആനന്ദരൂപന്റെ തറവാട് തന്റെ സന്താനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചൊരുക്കിയതാണ്. സ്വന്തം സന്താനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചൊരുക്കിയ അത് ആ പ്രകാരം ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്ക് എന്നും ഇത് ആനന്ദ തറവാടായിരിക്കും. ആ പ്രകാരം ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്ക് എന്നും ആനന്ദ തറവാട്. അങ്ങനെ ഒത്തുചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ ഒത്തുചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഉന്നതമായ സൗഭാഗ്യങ്ങളും ആനന്ദവും അനുഭവിക്കുവാനിടയാകും. ഉന്നതമായ സൗഭാഗ്യങ്ങളും ആനന്ദവും അനുഭവിക്കും. അപ്രകാരം ആനന്ദമായി ഇപ്രാവശ്യത്തെ ജന്മനക്ഷത്ര മഹോത്സവം നടത്തപ്പെടട്ടെ. പ്രകാരം ആനന്ദമായി ഇപ്രാവശ്യത്തെ ജന്മനക്ഷത്ര മഹോത്സവം നടത്തപ്പെടട്ടെ. 21-ാം തീയതി വെള്ളിയാഴ്ച 21-ാം തീയതി വെള്ളിയാഴ്ച 17 സംവത്സരക്കാലം 17 സംവത്സരക്കാലം പ്രത്യക്ഷമായി വാണിരുന്ന പ്രത്യക്ഷമായി വാണിരുന്ന ആ പൊന്നുതിരുമേനി ആ പൊന്നുതിരുമേനി സമാധിയായ ദിനമാണ്. മഹാസമാധിയായ ദിനമാണ്. ആ ദിനത്തിൽ പ്രത്യേക സങ്കല്പത്തോടും പ്രാർത്ഥനയോടും കൂടി വ്രതമായി കഴിയേണ്ടതാണ്. അതിനത്തിൽ പ്രത്യേക സങ്കല്പത്തോടും പ്രാർത്ഥനയോടും കൂടി വ്രതമായി കഴിയണം. സൗകര്യമുള്ളവരെല്ലാം സന്നിധാനത്തിൽ എത്തിച്ചേരുകയും സൗകര്യമുള്ളവരെല്ലാം സന്നിധാനത്തിൽ എത്തിച്ചേരുകയും അല്ലാതുള്ളവരെല്ലാം അതാത് ശാഖകളിൽ പോയി പ്രാർത്ഥിക്കുകയും അല്ലാതുള്ളവർ അതാത് ശാഖകളിൽ പോയി പ്രാർത്ഥിക്കും. ആശ്രമമില്ലാത്തടത്ത് ആശ്രമമില്ലാത്ത ഏതെങ്കിലും ഒരു ഭവനത്തിൽ കൂടി പ്രാർത്ഥിക്കുവാനും ഞാനിത് അനുവദിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഭവനത്തിൽ കൂടി പ്രാർത്ഥിക്കുവാനും മഹാശക്തി അനുവദിക്കുകയാണ്. പ്രത്യേക വ്രതത്തോടുകൂടി അന്നത്തെ ദിനം കഴിഞ്ഞുകൂടേണ്ടതാണ്. പ്രത്യേക വ്രതത്തോടുകൂടി അന്നത്തെ ദിനം കഴിഞ്ഞുകൂടെ. അത് കഴിഞ്ഞ് 23-ാം തീയതി ഞായറാഴ്ച 23-ാം തീയതി ഞായറാഴ്ച ഉന്നതനായ പൊന്നുതിരുമേനി ഉന്നതനായ പൊന്നുതിരുമേനി പൂരാട നക്ഷത്രത്തിൽ വാണിരുന്ന പൊന്നുതിരുമേനി പൂരാട നക്ഷത്രത്തിൽ ആ ജന്മമെടുത്ത ദിനമാണ് പൂരാടം. ജന്മമെടുത്ത പുണ്യദിനമാണ് പൂരാടം. മീനത്തിലെ പൂരാടം മീനത്തിലെ പൂരാടം ഉന്നതമായി ആഘോഷിക്കുവാൻ, ഉന്നതമായി ഘോഷിക്കുവാൻ, ആനന്ദമായി ആഘോഷിക്കുവാൻ ആനന്ദമായി ആഘോഷിക്കുവാൻ സർവശക്തി എല്ലാം ഒരുക്കി സർവശക്തി എല്ലാവരും എല്ലാ സന്താനങ്ങളെയും ഇവിടെ എത്തിക്കട്ടെ. എല്ലാ ഭഗവത് സന്താനങ്ങളും ആനന്ദമായി ഭവിക്കട്ടെ. ആനന്ദമായി ഭവിക്കട്ടെ. ഉന്നതനാകുന്ന ദൈവത്തിന്റെ കാരുണ്യത്താൽ ഉന്നതനായ ദൈവത്തിന്റെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ശാഖാശ്രമങ്ങളിൽ നടക്കുന്ന ശാഖാശ്രമങ്ങളിൽ നടക്കുന്ന സർവവാർഷികാഘോഷങ്ങളും സർവ്വവാർഷികാഘോഷങ്ങളും ഉന്നതമായ നിലയിൽ നടത്തപ്പെടുവാൻ ഉന്നതമായ നിലയിൽ നടത്തപ്പെടുന്ന മഹാശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതനാകുന്ന ദൈവത്തെ ഉന്നതനാകുന്ന ദൈവത്തെ ഇനിയും അറിയാത്തവർക്ക് അറിയുവാൻ വേണ്ടി ഇനിയും അറിയാത്തവർക്ക് അറിയുവാൻ വേണ്ടി ഇതാ മഹാഗോപുരം വിളംബരഗോപുരമായി നിർമ്മിക്കുന്നു. മഹാഗോപുരം വിളംബരഗോപുരമായി ഏറ്റവും മനോഹരമായ നിലയിൽ, ഏറ്റവും മനോഹരമായ ശക്തിവത്തായ നിലയിൽ, ശക്തിമത്തായ ആനന്ദ ഗോപുരമായി, ആനന്ദഗോപുരമായി ശുഭാനന്ദ ഗോപുരമായി അത് പൂർത്തീകരിക്കപ്പെടുവാൻ സർവശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനായി ഉന്നതമായ ഒരു ഹൃദയത്തെ ആത്മദീപമായി നിലനിർത്തിയിരിക്കുന്നു. ആയുരാരോഗ്യ സൗഖ്യത്തോട് മഹാശക്തി എന്നും കരുതുമാറാകട്ടെ. ഉന്നതമായി ആദർശ കർമ്മങ്ങൾ പ്രവർത്തിക്കുവാൻ ആത്മാനന്ദ ദീപമായി കരുതുമാറാകട്ടെ. അതുപോലെ രാജഗോപാലിനെയും ആ കുടുംബത്തെയും സ്ഥാപതികളെയും ശില്പികളെയും ഓമന മിത്രങ്ങളെയും എല്ലാവരെയും എപ്പോഴും ഭഗവാൻ കരുതുമാറാകട്ടെ. അതുപോലെ ഇന്നേ ദിവസം സത്യം കേട്ട ഓമന സന്താനങ്ങൾ സത്യജീവിതത്തിലൂടെ ആദർശധീരരായി നിന്ന് ലോകരംഗത്തേക്ക് ആദർശം പുലർത്തുവാൻ ആയുസ്സും ആരോഗ്യവും ജഗദീശ്വരൻ ദാനം ചെയ്യുമാറാകട്ടെ. ഇന്നേ ദിവസം വന്നു ചേർന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഇതാ ദർശിക്കുകയാണ്. ഓ നേർച്ച കാഴ്ചകളെല്ലാം ഇതാ സ്വീകരിക്കുന്നു. സർവൈശ്വര്യങ്ങളും ദാനം ചെയ്യുന്നു. സർവാനന്ദ